മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. മോദി സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ദ്രോഹിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് സമ്മതിക്കേണ്ടി വന്നു. 1 മണിക്കൂർ 51 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ അത് വേണ്ടുവോളമുണ്ട്. BJP ഇതര സർക്കാരുകൾക്കെതിരെ ഗവർണർമാരെ ചട്ടുകമാക്കുന്ന മോദി ഭരണകാലത്താണ് ഗവർണറുടെ കേന്ദ്ര വിമർശനം. പിണറായി സർക്കാരിന് ഗവർണറെ കൊണ്ട് കേന്ദ്ര വിമർശനം അവതരിപ്പിക്കാനായത് BJPക്ക് ക്ഷീണമായി. കേരളത്തിന് അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതം കേന്ദ്രം തുടർച്ചയായി തടയുമ്പോൾ ഒരു തവണ പോലും അതിനുവേണ്ടി നിലപാടെടുക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷവും നിയമസഭയിൽ ഗവർണറുടെ കേന്ദ്ര വിമർശനം കേട്ടിരുന്നു. പക്ഷേ നയപ്രഖ്യാപനത്തിലെ ട്വിസ്റ്റ് വേറെയുണ്ട്. കേരളത്തിന് വേണ്ടി കേന്ദ്ര വിമർശനം നടത്തിയെങ്കിലും ഗവർണർ നൈസായി ഖണ്ഡിക 12 ആദ്യ വാചകം ഒഴിവാക്കി. ഖണ്ഡിക 15 അവസാന 2 വാചകങ്ങളും വായിക്കാതെ വിട്ടു. ഖണ്ഡിക 16 ഒരു വരി ഗവർണർ കൂട്ടിച്ചേർത്തു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞ ഉടൻ വിട്ടുകളഞ്ഞ ഭാഗങ്ങൾ സഭയിൽ വായിച്ച് മുഖ്യമന്ത്രി ഗവർണറെ തിരുത്തി. ഗവർണർ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതും ഫണ്ടുകൾ മോദി സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നതുമായ വിമർശനമാണ് ഒഴിവാക്കാൻ ആർലേക്കർ ശ്രമിച്ചത്. മന്ത്രിസഭ പാസാക്കിയ നയപ്രഖ്യാപനം തന്നെയാണ് അംഗീകരിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയുകയും സ്പീക്കർ അത് അംഗീകരിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ മുന്നേറ്റവും വികസന നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA CPIM, റോണി കെ ബേബി കോൺഗ്രസ് വക്താവ്, അഡ്വക്കേറ്റ് N ലാൽകുമാർ അഭിഭാഷകൻ, ഇടത് നിരീക്ഷകൻ. ഞാൻ ആദ്യം MLAയിലേക്ക്. ശ്രീ പ്രേംകുമാർ, ഇന്ന് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നേരിട്ട് കേട്ടയാളാണ്. മുമ്പ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര വിമർശനം ആ നയപ്രഖ്യാപനത്തിൽ വളരെ ശക്തമായി തന്നെ ഗവർണർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അത് സംസ്ഥാനം നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനകളെ, കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തെ, ഇതെല്ലാം ആ നയപ്രഖ്യാപനത്തിൽ ഗവർണർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില വിട്ടുകളയലുകൾ സംഭവിച്ചു. മുഖ്യമന്ത്രി അപ്പോൾ തന്നെ അത് തിരുത്തുന്നതും നമ്മൾ കണ്ടു. ഈ നിലയിലായിരുന്നു ഇന്നത്തെ നയപ്രഖ്യാപനം. വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇന്ന് 1 മണിക്കൂർ 51 മിനിറ്റ് ആയിരുന്നു ആ നയപ്രഖ്യാപനമെങ്കിൽ 2024 ആരിഫ് മുഹമ്മദ് ഖാൻ ഏതാണ്ട് ഒരു 75 സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിച്ച, 1 മിനിറ്റിനപ്പുറം പോലും പോയിട്ടില്ല, 1 മിനിറ്റും അല്പം സെക്കൻഡും മാത്രം അടങ്ങുന്നതായിരുന്നു അന്നത്തെ കഴിഞ്ഞ വർഷത്തെ നയപ്രഖ്യാപനം. ഇവിടെ ഗവർണർ കേരളത്തിൻ്റെ പൊതുവായ വികാരത്തെ പ്രതിഫലിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. ചില വിട്ടുകളയലുകൾ സംഭവിച്ചുവെങ്കിലും അതിനെ മുഖ്യമന്ത്രി അസാധാരണമായൊരു സാഹചര്യം കണ്ടുകൊണ്ടാണോ അപ്പോൾ തന്നെ തിരുത്തിയത്? പ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് സർക്കാർ എത്രമാത്രം സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയുമാണ് മന്ത്രിസഭ അത് അംഗീകരിച്ചത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ ആദ്യ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ കേരള ജനതയുടെ പൊതുഹിതത്തെ പ്രതിനിധീകരിക്കുന്നതും സംസ്ഥാനത്തെ ജനാധിപത്യ ചർച്ചയുടെ പരമോന്നത വേദിയുമായി നിലകൊള്ളുന്നു എന്ന അർത്ഥത്തിലാണ്. എന്താണ് ഈ നയപ്രഖ്യാപന പ്രസംഗം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ കൃത്യവും സൂക്ഷ്മവും വ്യക്തവുമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പാരഗ്രാഫ്, യഥാർത്ഥത്തിൽ ആദ്യത്തെ 29 പാരഗ്രാഫാണ് ജനറലായി, നമുക്കറിയാം, ഒരു ചോറ് വെന്തോ അരി വെന്തോ എന്ന് നോക്കാൻ എല്ലാ വറ്റുമെടുത്ത് തൊട്ടു നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പോലെ സാർവത്രിക വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ സംരക്ഷണ രംഗത്ത്, പൊതു ശുചിത്വ രംഗത്ത്, സാമൂഹ്യ സുരക്ഷാ രംഗത്ത്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ, ശിശുമരണ നിരക്ക് കുറച്ചു കൊണ്ടുവന്ന കാര്യത്തിലെല്ലാം സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെയാണ് പാരഗ്രാഫ് 2 കൃത്യമായി സൂചിപ്പിക്കുന്നത്. ഞാനിനി ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ഖണ്ഡികകളെ സംബന്ധിച്ച്
ഇവിടെ സൂചിപ്പിക്കാം. ഞാൻ MLA-യോട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ. അതിനുശേഷം വൈകുന്നേരം ലോക് ഭവനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിശദീകരണമുണ്ട്. ഈ വിവാദം അനാവശ്യമാണ്, എന്നാൽ അത് അടിസ്ഥാനരഹിതവുമാണ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സഭയിൽ നൽകിയ വിശദീകരണത്തെയും ആ നിലയിൽ നിരാകരിക്കാനാണോ ഗവർണർ ശ്രമിച്ചിട്ടുള്ളത്? അസത്യങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ലോക് ഭവൻ ആവശ്യപ്പെട്ടിരുന്നു, പരിഗണിക്കാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു, എന്നാൽ അത് ഉണ്ടായില്ല എന്നൊക്കെയാണ് ഗവർണറുടേതായ വാർത്താക്കുറിപ്പ് വന്നിട്ടുള്ളത്. അതെ, തീർച്ചയായും മന്ത്രിസഭ എന്ന നിലയിൽ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം പ്രസംഗമായി നടത്താൻ ചുമതലപ്പെട്ട ഗവർണർ അത് ചെയ്തില്ല എന്നത് ചൂണ്ടിക്കാണിക്കാൻ ഒരുപക്ഷെ ഇന്ത്യയിൽ അങ്ങനെ കൃത്യതയുള്ള വ്യക്തതയുള്ള ആ നിലയിൽ ഭരണഘടന ചുമതല നിർവഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമായിരിക്കുമെന്ന് നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാം. രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും ഒക്കെ വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലത്ത് ഈ നയപ്രഖ്യാപന പ്രസംഗം യഥാർത്ഥത്തിൽ കേരള നിയമസഭയുടെ മാത്രം നയപ്രഖ്യാപന പ്രസംഗമാകാൻ ഇടയില്ല. ഇന്ത്യയിൽ ഇതുപോലെ ഇന്ത്യയുടെ ഭരണഘടനയെയും ഭരണഘടനാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നയം രാജ്യത്ത് കേരളത്തിൽ മാത്രമായിരിക്കുമെന്ന് നാം കാണണം. അതുകൊണ്ടാണ് കേരളത്തിലെ LDF സർക്കാർ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾക്കും ജനാധിപത്യവാദികൾക്കുമൊക്കെ പ്രതീക്ഷയായി അവർക്ക് എല്ലാ നിലയിലും സാന്ത്വനമായി അഭിമാനമായി നിലകൊള്ളുന്നത് എന്ന് നാം കാണണം. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കുകയല്ല. ലോകത്ത് കേരളത്തിലേതുപോലെയുള്ള വിദ്യാഭ്യാസ സംവിധാനം ഏത് മുതലാളിത്ത രാജ്യത്താണ് ഉള്ളത്? ഇന്ത്യയേക്കാൾ ശക്തമായ നിലയിൽ ഒരുപക്ഷെ സാമ്പത്തികമായും സാമൂഹ്യമായും ഒക്കെ മുന്നിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒട്ടനേകം രാജ്യങ്ങളുണ്ടല്ലോ. ലോകത്തേത് മുതലാളിത്ത രാജ്യമാണ് കേരളത്തിലേതുപോലെ ഇത്തരത്തിൽ സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം സൗജന്യമായി ഏറ്റവും മികച്ച നിലയിൽ നൽകുന്ന ഒരിടം വേറെ ഏതാ ഉള്ളത്? അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രതിസന്ധികൾക്കിടയിലും കേരളം ശിശുമരണ നിരക്കിൽ കുറവ് വരുത്തുന്നു. അതെല്ലാം വായിക്കാൻ ഗവർണർക്ക് മടിയില്ല. എന്നാൽ ഈ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ അത് കണ്ടില്ല എന്ന് നടിക്കുകയല്ല കേരളത്തിലെ ഗവൺമെൻറ്. അതാണ് നാം കാണേണ്ടത്. ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ഭരണഘടനയുടെ വ്യവസ്ഥകൾക്കകത്തു നിന്നുകൊണ്ട് സംസ്ഥാനം എന്ന നിലയിൽ ആ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നയങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളെയും ഏറ്റവും ഭംഗിയായി കൃത്യമായി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നാം കാണേണ്ടത്. അത് ആ നിലയിൽ തന്നെ നമ്മുടെ സമൂഹം കാണുകയും ചർച്ച ചെയ്യുകയും വേണമെന്നു കൂടി ഈ സന്ദർഭത്തിന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റോണി കെ ബേബി, ഇപ്പോൾ BJP ഇതര സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ആ സർക്കാരുകൾക്കെതിരെ ഏറ്റവും വലിയ ചട്ടുകമായി ആയുധമാക്കി മോദി സർക്കാർ മുൻകാലത്തേക്കാൾ അധികം, പണ്ടുകാലങ്ങളിലും അതുണ്ടായിരുന്നു, അതിനേക്കാളുമൊക്കെ അപ്പുറം പുതിയ കാലത്തിനനുസരിച്ച് പല രൂപത്തിൽ ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ നമ്മൾ താരതമ്യം ചെയ്താൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ഗവർണർ കഴിഞ്ഞ വർഷം ഏതാണ്ട് 1 മിനിറ്റ് പരമാവധി മാത്രമേ എടുത്തുള്ളൂ അന്ന് നയപ്രഖ്യാപനം പൂർത്തിയാക്കാൻ. അതായത് ഏതാണ്ട് 60-ൽ പരം പേജുള്ള നയപ്രഖ്യാപനത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫും മാത്രം വായിച്ച് നിമിഷ നേരം കൊണ്ട് സഭ വിട്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇത്തവണ ഇവിടേക്ക് വരുമ്പോൾ 1 മിനിറ്റ് 51 സെക്കൻഡ് എത്തുന്ന ആ നയപ്രഖ്യാപനം ഗവർണർ വായിക്കുന്നു. മുമ്പ് പറഞ്ഞ പോലെ ഗവർണർമാരെ ചട്ടുകമാക്കുന്ന ഒരു രാജ്യത്ത് ആ മോദി സർക്കാർ, കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തെ എങ്ങനെ സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്ന് അതേ ഗവർണറെ കൊണ്ട് തന്നെ അവതരിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായി കാണേണ്ടത് തന്നെയാണ്. എന്നാൽ അതിൽ ചില വിട്ടുകളയൽ അതിനിടയിലും അദ്ദേഹം നടത്തി. അതിനെ അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി തിരുത്തുന്നു. സ്പീക്കർ അത് ശരിവെച്ചുകൊണ്ട് റൂളിംഗ് നൽകുന്നു. മന്ത്രിസഭ അംഗീകരിച്ച ആ നയപ്രഖ്യാപന രേഖ അങ്ങനെ സഭാരേഖയായി മാറുന്നു, നയപ്രഖ്യാപനമായി മാറുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടല്ലേ. കാരണം നമ്മുടെ നിയമസഭ രാജ്യത്തെ നിരവധിയായ വിഷയങ്ങളിൽ ഈ സമീപകാലത്ത് ഏറ്റവും ശക്തമായി, ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി എടുക്കാം, SIR എടുക്കാം, ഇതിലൊക്കെ രാജ്യത്തിൻ്റെ അപകടകരമായ പോക്കിനെ ചൂണ്ടിക്കാട്ടി പ്രമേയം പാസ്സാക്കി രാജ്യത്തിന് മാതൃകയായിട്ടുള്ള നിയമസഭയാണ്. അപ്പോൾ ആ നിയമസഭയിൽ ഇതുപോലെ ഗവർണർ ഏറ്റവും അധികം രാഷ്ട്രീയം കളിക്കുന്ന കാലത്ത് അതേ ഗവർണറെ കൊണ്ട് ഇത് പറയിക്കുന്നു, വിട്ടുകളയുന്നതിനെ ചൂണ്ടിക്കാട്ടി തിരുത്തുന്നു. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ നോക്കൂ, കഴിഞ്ഞ തവണയും ഇതുപോലെ അവിടുത്തെ ഗവർണർ രവി 3 ഭാഗങ്ങൾ വിട്ടുകളഞ്ഞു. ഇത്തവണ ഒന്നും വായിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിലയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഗവർണർമാരുടെ സമീപനം, കേന്ദ്ര രീതി. അതിനിടയിൽ കേരളത്തിനകത്ത് ഈ രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ആ നിലയിൽ ഒരു സംസ്ഥാനം ഇടപെടുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാണ്. ഗവർണറുടെ ആ രീതിയെ ഇന്ന് പ്രതിപക്ഷവും വിമർശിച്ചിട്ടുണ്ട്. ഞാൻ അതുകൂടി വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ശ്രീ റോണി, ഇന്ന് കേരള നിയമസഭയിലെ
മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം, ആ പ്രമേയം, അതിന്റെ ചില ഭാഗങ്ങൾ ഗവർണർ വിട്ടുകളഞ്ഞ നടപടിയിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് ഭരണഘടനാപരമായിട്ട് ഗവർണർ ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും അദ്ദേഹം ബോധപൂർവം വിട്ടുനിന്നതാണ്. ഭരണഘടനയുടെ 175, 176 അനുച്ഛേദങ്ങൾ പ്രകാരം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അത് പൂർണ്ണമായും വായിക്കുവാൻ, അത് അംഗീകരിക്കുവാൻ, വായിച്ചാലും വായിച്ചില്ലെങ്കിലും അത് അംഗീകരിക്കുവാൻ ഗവർണർ ബാധ്യസ്ഥനാണ്. ഏതെങ്കിലും ഭാഗം ഗവർണർ ബോധപൂർവം വിട്ടുപോവുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ പോലും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ്, അല്ല പ്രമേയമാണ് നിയമപരമായി നിലനിൽക്കുന്നത്, നിയമസഭയിൽ നിലനിൽക്കുന്നത്. ഞങ്ങൾ അതിനെ ശക്തമായി, ആ ഭരണഘടനാപരമായിട്ടുള്ള ആ ഉത്തരവാദിത്വത്തെ അതിനെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. അതില് ഇനി നമ്മൾ ഈ വിഷയത്തിന്റെ മെരിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഇൻട്രോയിൽ അല്ല എന്നോട് ചോദിച്ചപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്, പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളില് അവിടെ ഗവർണർമാരെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ചട്ടങ്ങളുമായി ഉപയോഗിക്കുകയാണ്. പക്ഷെ അവിടെയൊക്കെ സംസ്ഥാന സർക്കാരുകൾ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, അചഞ്ചലമായിട്ടുള്ള നിലപാട്. അല്ല, അതല്ലേ ഇന്ന് ഇവിടെ കണ്ടത്. ഗവർണർ പ്രസംഗിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് വിട്ടുപോയ ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി അത് സഭയിൽ വായിക്കുകയാണ്. ഇതടക്കം മന്ത്രിസഭ പാസാക്കിയ, തീരുമാനിച്ച് അംഗീകരിച്ചതാണ് സഭ അംഗീകരിക്കേണ്ടതെന്ന് പറയുന്നതിൽ പരം എന്താണ് വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നിലപാട്? അതിനല്ലേ തമിഴ്നാട് നിയമസഭയിലും കണ്ടത്. ഗവർണർ ആ നിലപാട് സ്വീകരിച്ചപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ സമാനമായ രീതിയിൽ അതിനോട് വിയോജിച്ചുകൊണ്ട് തന്നെ നിയമസഭയുടെ അധികാരങ്ങൾ പ്രയോഗിച്ചു. അങ്ങനെയല്ലേ ഇവിടെയും സംഭവിച്ചു. അങ്ങനെ അതല്ലേ വേണ്ടത്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം അതിനെ പിന്തുണച്ചു. ഇല്ലെങ്കിൽ എന്താവും പറയുക? നിങ്ങൾ സർക്കാരിനല്ലേ ഏറ്റവും അധികം ആക്ഷേപിക്കുക, സർക്കാരിനെ അതിൻ്റെ പേരിൽ വിമർശിക്കാൻ ഒരു അവസരവും നിങ്ങൾക്കുണ്ടായില്ലല്ലോ. ഇല്ല, കാരണം ഞങ്ങളുടെ ബാധ്യത ഭരണഘടനയോടാണ്, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഭരണഘടനയോടാണ്. അതെ, ഭരണഘടനയ്ക്ക് എവിടെ ഒരു വീഴ്ച വന്നാലും. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറയുക, ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ മുൻപും ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ട് വലിയ പോര് നടന്നിട്ടുണ്ട്, വലിയ യുദ്ധം നടന്നിട്ടുണ്ട്, വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ CPM ഉൾപ്പെടുന്ന പ്രതിപക്ഷം ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസ്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഞങ്ങളെ പിന്തുണയ്ക്കാത്തത്? അല്ലെങ്കിൽ ഗവർണറുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെ ഒരു വലിയ ഒരു ഫയൽ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം അക്കാര്യത്തിൽ ഗവർണറെ വിമർശിച്ച് മുഖ്യമന്ത്രി എടുത്ത ആ സ്റ്റെപ്പിനെ കുറിച്ച്, നടപടിയെക്കുറിച്ച് വിമർശിക്കാൻ അതിനുശേഷം പ്രതിപക്ഷ കക്ഷി നേതാക്കൾ വാർത്താസമ്മേളനം നടത്തുന്നത് കണ്ടു. അതിൽ ഗവർണറുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞിട്ടും താങ്കൾ എവിടെയോ മുഖ്യമന്ത്രിയുടെ തുടർന്ന് സഭയിലെടുത്ത ആ സമീപനത്തെ എവിടെയോ ഒരു സംശയത്തിൻ്റെ, എവിടെയോ ഒരു പോരായ്മ പറയാനുള്ളൊരു വ്യഗ്രതയാണ് കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് അവതരിപ്പിക്കാൻ കഴിയണം. എന്താണ് മുഖ്യമന്ത്രി ഇന്ന് ചെയ്തതിൽ താങ്കൾക്ക് കാണുന്ന ഒരു പോരായ്മ, അസംതൃപ്തി എന്താണ്? VD സതീശൻ പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചതാണ്. നമ്മള് ഇന്നത്തെ ഒരു സംഭവം മാത്രം അല്ല, ഇന്നത്തെ പ്രധാനമാണ്, ഇന്നത്താണല്ലോ ചർച്ച ചെയ്യുന്നത്. ആ നിലപാടില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ശക്തമായിട്ട് അതിനെ വിമർശിച്ചത്, ഗവൺമെന്റിനെ ഞങ്ങൾ പിന്തുണച്ചത്. ഞങ്ങൾ അതിനെ ഇന്നത്തെ ദിവസം, ഈ ജനുവരി മാസം 20-ാം തീയതി ഇന്ന് നിയമസഭയിൽ നടന്ന സംഭവ വികാസങ്ങളിൽ ഞങ്ങൾ കൃത്യമായി ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്, ഗവൺമെന്റിനെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്ന പോരാട്ടവുമായി ഇതിനെ താരതമ്യപ്പെടുത്തരുത്. അല്ലെ, മുഖ്യമന്ത്രിയുടെ ഈ പോരാട്ടം ഇന്ന് തമിഴ്നാട്ടിൽ സംഭവിച്ചതും കേരളത്തിൽ സംഭവിച്ച ഒരേ കാര്യമല്ലേ? അവിടെയും ഗവർണർ നിയമസഭയുടെ ഒരു പൊതുവികാരത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു. കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ഇവിടെ ലോക് ഭവനും അതുതന്നെ ചെയ്തു. പക്ഷേ സഭയിൽ സർക്കാരുകൾ വഴങ്ങിയില്ല. സ്റ്റാലിനും വഴങ്ങിയില്ല, പിണറായി വിജയനും വഴങ്ങിയില്ല. രണ്ടുപേരും ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ സർക്കാരുകളുടെ തീരുമാനങ്ങളെ നയപ്രഖ്യാപന രേഖയായി സഭയിൽ അവതരിപ്പിച്ച് അംഗീകരിച്ചെടുക്കുകയല്ലേ ചെയ്തത്? പറയുന്ന പോയിന്റ് എന്നെ ഒന്ന് പറഞ്ഞു പൂർത്തീകരിക്കാൻ ഞാൻ പറയാം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ നിലപാട്. ഞാൻ പറഞ്ഞ ഇന്നത്തെ നിലപാട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതിന്റെ അകത്ത് ഒരു ആത്മാർത്ഥത ഇല്ലായ്മ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസമാണല്ലോ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട നിയമനത്തില് പൂർണ്ണമായും മുഖ്യമന്ത്രിക്ക് അനുകൂലമായിരുന്നു സുപ്രീം കോടതിയിൽ അതുവരെ ഉണ്ടായിരുന്ന പ്രൊസീഡിങ്സ്. സുപ്രീം കോടതി കൃത്യമായി തന്നെ പറഞ്ഞു, സെർച്ച് കമ്മിറ്റി കണ്ടെത്തുന്ന, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ആളെ അപ്പോയിന്റ് ഗവർണർ നിർബന്ധമായി അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെ പൂർണ്ണമായും നമ്മുടെ കയ്യിലായിരുന്നു ആ ബോള്. അല്ല, മുഖ്യമന്ത്രിയുടെ സമവായം ആവശ്യപ്പെട്ടതാരാ? സമവായം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതാരാണ്? അതിനുവേണ്ടി ചർച്ച നടത്തണമെന്ന് പറഞ്ഞതാരാണ്? ആ സമവായ ചർച്ചകൾ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദമായി പറഞ്ഞില്ലേ, അദ്ദേഹത്തെ പിന്നീട് അവസാനം കേരള സർക്കാർ ഇൻട്രപ്റ്റ് ചെയ്യുന്നത്, സോറി കേട്ടോ,
അതിനുശേഷം കേരളത്തിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനെ സമവായം സാധ്യമല്ല, സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമുള്ള സമവായത്തിന് ഗവർണർ വഴങ്ങുന്നില്ല എന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിക്കാൻ ചുമതലപ്പെട്ട അഭിഭാഷകനെ അറിയിച്ചതിന് ശേഷം ആണ് പിറ്റേന്ന് രാവിലെ ഗവർണർ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. അതിൻ്റെ സമവായത്തിന് സന്നദ്ധമായ ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കുന്നു. അതിനുശേഷം സംസാരിക്കുന്നു. മുഖ്യമന്ത്രി അവിടേക്ക് പോകുന്നു, സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ് റോണി, ഇത് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്, കേരള നിലപാട് സർക്കാരിന് കോടതി അറിയിക്കാനായി അഭിഭാഷകനെ അറിയിച്ചു കഴിഞ്ഞു, എങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോകുന്നത്. അതിനുശേഷമാണ് കോടതിയിൽ അക്കാര്യം പറഞ്ഞത്. ആ സമവായം എന്ന നിർദ്ദേശത്തിലേക്കാണ് കോടതി ഫോക്കസ് ചെയ്തത്. ആ സമവായത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഇതല്ലേ ഇതിൻ്റെ ഫാക്റ്റ്, അതല്ലേ വസ്തുത, ഇതല്ലേ? എന്തുകൊണ്ട് ഡിസംബർ മാസത്തിൽ ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഇക്കാര്യം ബോധ്യപ്പെട്ടില്ല? സുപ്രീം പുറത്തു വരുന്ന കോടതി വാർത്തകൾ ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോളട്ടെ. ഒരു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഒരു ഫോൺ കോളിൽ തീരുന്ന വിഷയമാണോ ഇത്? അല്ല, മുഖ്യമന്ത്രി ഗവർണറും തമ്മിൽ സംസാരിച്ച ഒരു സമവായത്തിൽ തീരുന്ന വിഷയമാണ് ഇത്. അതിനപ്പുറത്തേക്ക് റോണിയുടെ പ്രശ്നം എന്താണെന്നറിയോ, ഇതിനകത്ത് ഇടപെട്ടത് സുപ്രീം കോടതിയാണെന്നേ. സുപ്രീം കോടതിയിലേക്ക് പോയത് ഗവർണറാണ്. അവിടെ ശക്തമായി ഗവർണറെ വിമർശിച്ചത് സുപ്രീം കോടതിയാണ്. അത് കഴിഞ്ഞ് മുമ്പ് പറഞ്ഞ പ്രൊസീഡിങ്സ് മുന്നോട്ട് വെച്ചതും വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയെ വെച്ചതും സുപ്രീം കോടതിയാണ്. അങ്ങനെ കോടതി നടപടികളിലാണ് കോടതി പറയുന്നത് സമവായത്തിലൂടെ പ്രശ്നം തീർക്കണം, ഞങ്ങൾ സ്ഥിരമായി VC നിയമിക്കാൻ പോകുന്നു എന്ന് സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഫാക്റ്റ്, അങ്ങനെയാണ് ഇഷ്യൂ ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഘട്ടത്തിലുണ്ടായ കാര്യങ്ങളാണ് റോണി. ഞാൻ ഒരു കാര്യവും ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടല്ല പറഞ്ഞത്, സുപ്രീം കോടതി നടന്ന നടപടികളെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ ഫൈനൽ ഡിസിഷൻ ഉൾപ്പെടെ പൂർണ്ണമായും നമുക്ക് അനുകൂലമാകുവാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനു നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു? അങ്ങനെയല്ല, ഇവിടെ കേന്ദ്ര വിരുദ്ധ പോരാട്ടം, സംഘപരിവാർ വിരുദ്ധ പോരാട്ടം, RSSന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, നമ്മളങ്ങനെ ഒരു വിശാല ക്യാൻവാസിൽ കാണുക. അല്ലാതെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചായ കുടിച്ചോ ഫോൺ കോൾ നടത്തിയോ റോണി, അത് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ വെർഷനാണ്. ഞാൻ MLA ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇത് കേട്ടിരിക്കുമ്പോൾ പറയാനുള്ളത് അല്ല, ഇതിന്റെ അകത്ത് നമ്മുടെ മുമ്പിൽ സുപ്രീം കോടതിയുടെ കൃത്യമായിട്ട് നടത്തിയ ഒരു ഒബ്സർവേഷൻ ബില്ലുണ്ട്. സുപ്രീം കോടതി ആ വിഷയത്തിൽ നടത്തിയ ഒബ്സർവേഷൻ അതിന്റെ പ്രൊസീഡിങ്സ് എന്താണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഡയറക്ഷൻ തന്നെ വന്നേ റോണി, അതിൽ ഡയറക്ഷൻ തന്നെ വന്നു. ആ ഡയറക്ഷന്റെ അന്തിമ ഭാഗത്തെ വിട്ടുകളഞ്ഞിട്ട് ആണ് റോണി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നത്തെ ഭാഗമല്ലാത്തത് കൊണ്ടും അതിൽ കൂടുതൽ സമയം കളയേണ്ടാത്തത് കൊണ്ടും കാണുന്ന പ്രേക്ഷകർക്ക് അതേക്കുറിച്ച് വാർത്തകളിൽ ധാരണയുള്ളതുകൊണ്ട് നമുക്ക് തൽക്കാലം വിടാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവട്ടെ. ഞാൻ MLA കൂടി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി വിധിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു? നിങ്ങൾ എന്തിന് അഡ്ജസ്റ്റ്മെന്റിന് പോയി? അവിടെയാണ് നിങ്ങളുടെ വിഷയം. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എനിക്ക് വിഷയത്തിൽ റോണിയെ പഠിപ്പിക്കാൻ കഴിയില്ല. റോണി ഒരു അധ്യാപകനാണ്. പല വിഷയങ്ങളിലും ഇതുപോലെ തർക്കം രൂക്ഷമായി നിർത്തും. പെട്ടെന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ്. സുപ്രീം കോടതിയുടെ ദുലിയ കമ്മിറ്റി വരുന്നു. കമ്മിറ്റിയിൽ സമവായത്തിന്റെ പശ്ചാത്തലം ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി ലിസ്റ്റ് കൊടുക്കുന്നു. അതിൽ ഓരോന്നിനും ഓരോരുത്തരെ എന്തുകൊണ്ട് എന്ന കാര്യകാരണ സഹിതം മുഖ്യമന്ത്രിയുടെ ലിസ്റ്റ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. കോടതി സമവായത്തിൻ്റെ ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതിന് ഗവർണർ വഴങ്ങാത്ത സാഹചര്യം വന്നു. അപ്പോൾ കോടതി പറഞ്ഞത് കോടതി നിയമിക്കാൻ പോകുന്നു. ആ കമ്മിറ്റിയോട് ചോദിച്ചിട്ട് സുപ്രീം കോടതി സ്വമേധയാ തീരുമാനിക്കുന്നൊരു നില വരുന്നു എന്ന് വന്നപ്പോഴാണ് സമവായത്തിന് ഗവർണർ വഴങ്ങിയത്. അത് സുപ്രീം കോടതിയുടെ ഡയറക്ഷനാണ്. അങ്ങനെ വഴങ്ങുന്നു എന്ന് വന്നാൽ സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞ് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഗവർണറെ കേട്ടു. അതിനുശേഷം ആ സമവായത്തിൻ്റെയും പശ്ചാത്തലത്തിൽ എടുത്ത തീരുമാനങ്ങൾ അറിയിച്ചു. സുപ്രീം കോടതി അംഗീകരിച്ചു. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒന്നും അംഗീകരിക്കാൻ കഴിയാത്ത വെറും രാഷ്ട്രീയം മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. ശ്രീ പ്രേംകുമാർ, ശ്രീ പ്രേംകുമാർ, എന്ത് പറയാനാണ് താങ്കൾക്ക് തോന്നുന്നത്? അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് താങ്കളുടെ പാർട്ടി പോലും അംഗീകരിക്കാത്ത കാര്യമാണ് താങ്കളുടെ പാർട്ടിയുടെ സർക്കാർ ആ മുന്നണിയും ചെയ്തതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതെ, അദ്ദേഹം എങ്ങനെയാണ് അത് മനസ്സിലാക്കിയതെന്ന് അറിയില്ല. CPIM അംഗീകരിച്ചിട്ടില്ല എന്ന് അങ്ങയോട് ആരാണ് പറഞ്ഞത്? യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടുത്തെ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ ഇന്നെടുത്ത നിലപാടെങ്കിലും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് മാന്യമായി പറയാൻ ആവശ്യമായിട്ടുള്ള ഒരു നിലപാടും അതിനുള്ള സന്നദ്ധതയുമായിരുന്നു യഥാർത്ഥത്തിൽ താങ്കൾ പ്രകടിപ്പിക്കേണ്ടത്. എന്നാൽ കോൺഗ്രസ് പ്രതിനിധി ആ നിലയിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല. അതിനുള്ളിൽ ഒരു ഒളിയമ്പ് വെച്ച് ഇടതുപക്ഷം, CPIM, അതിൻ്റെ നേതൃത്വം, മുഖ്യമന്ത്രി, RSSുമായിട്ട് സമവായത്തിൽ ഏർപ്പെടുന്നവരാണ് എന്ന തങ്ങളുടെ സ്ഥിരം അജണ്ടയിലേക്ക് ചെന്ന് കെട്ടാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്. ഞാനത് ആകെ ഇവിടെ പറയുന്നത് വിഷയം മാറിപ്പോകലായിരിക്കും. അവിടെ വിവിധ പരിപാടികളിൽ ഗോൾവാർക്കർ അനുസ്മരണത്തിൽ ചെന്ന് പുസ്തക പ്രകാശനമാണെന്ന് പറഞ്ഞ് വിളക്ക് കൊളുത്തിയതും ശാഖയ്ക്ക് കാവൽ നിന്നതിൽ അഭിമാനം കൊണ്ട ഒരാൾ KPCC പ്രസിഡന്റിൻ്റെ കസേരയിലിരുന്നതും രാജീവ് ചന്ദ്രശേഖർ വർഗീയവാദിയല്ല എന്ന് ക്ലീൻ ചിട്ട് കൊടുത്തതും
അതിനെല്ലാം പുറമെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJPക്ക് വിജയിക്കാനാകുന്ന ഒരു സാഹചര്യം അവിടെ വന്നപ്പോൾ അതിന് പ്രത്യേകമായ സന്ദേശമയച്ച കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു MP ഉള്ള പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്നൊന്നും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ റോണി മറന്നു പോകരുത് എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കേരളത്തിൽ RSSനെയും സംഘപരിവാറിനെയും എതിർത്തതിൻ്റെ, അവരോട് ഏറ്റുമുട്ടിയതിൻ്റെ ഭാഗമായി നൂറുകണക്കിന് പേരെ നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനം, ആയിരക്കണക്കിന് കേസുകളിൽ പ്രതിയായി ഇപ്പോഴും പ്രവർത്തകർ മുന്നോട്ട് പോകുന്ന ഒരു നാട്, ഇന്ത്യയിൽ RSSൻ്റെ ആശയത്തെ ഏത് നിലയിലും, വർഗീയവൽക്കരണത്തിൻ്റെ ആശയത്തെ ഒരു നിലയിലും വിട്ടുവീഴ്ചയില്ലാതെ അത് അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്ന് കൂടി നാം കാണേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ലാൽകുമാർ, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇത് നയപ്രഖ്യാപനം എന്നുള്ളത്, അത് അവതരിപ്പിക്കുക എന്നുള്ളത് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് എന്ന പൊതുധാരണ നിൽക്കെ ഇന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇതിനോടകം തന്നെ അതെല്ലാം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വളരെ ശക്തമായി വന്നതിന് ശേഷം ലോക്ഭവൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അർത്ഥ അസത്യങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ലോക്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രിസഭ തീരുമാനിച്ച നയപ്രഖ്യാപനം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. തിരിച്ച് കരടിൽ നിന്നിത് ഒഴിവാക്കണമെന്ന് ലോക്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനനുസൃതമായി ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളോടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി വായിക്കാമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രതികരണം. മാത്രമല്ല, ലോക്ഭവൻ നിർദ്ദേശ ഭേദഗതികളോടെ പ്രസംഗം വീണ്ടും അയച്ചു തരാമെന്ന സൂചനയും നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലോക്ഭവൻ്റേതായിട്ടുള്ള ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. നിയമസഭ പാസാക്കിയാൽ വളരെ കാലമായി അംഗീകാരം കിട്ടാത്തതിനെ തുടർന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെന്നും പരമോന്നത കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തുവെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരടിൽ പറഞ്ഞിരുന്നു. ഇത് വാസ്തവവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോക്ഭവൻ്റെ നിലപാട് എന്ന് പറഞ്ഞൊരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ലാൽകുമാർ ഇതിൻ്റെ ഭരണഘടനാപരമായ ഒരു പശ്ചാത്തലം ഈ ലോക്ഭവൻ്റെ വാർത്താക്കുറിപ്പ് നിലനിൽക്കുന്നതാണോ? അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് വേർഡ്. ഓക്കെ, നിങ്ങൾ ആർട്ടിക്കിൾ 163 എടുത്താൽ അതിനകത്ത് വളരെ സിമ്പിളായി എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്റർ, ആൻഡ് ഗവർണർ എയ്ഡ് ആൻഡ് അഡ്വൈസിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഇത് നിർബന്ധമായി അദ്ദേഹം ഫോളോ ചെയ്യണോ എന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളിലായി സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചുള്ള വിഷയമാണ്. അതെനിക്കൊന്നു ഷംസീർ സിംഗിലാണ് തുടങ്ങുന്നത്. 1974 ഷംസീർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിലാണ് ഇത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം നോക്കൂ, തമിഴ്നാട്ടിലെ കേസിലും ഇതേ പൊസിഷൻ തന്നെ വളരെ വ്യക്തമാക്കി സുപ്രീം കോടതി. അപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായി ഒരു അധികാരവുമില്ല. അദ്ദേഹത്തിനുള്ളത് ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻസ് ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലിമിറ്റഡാണ്. പ്രസിഡന്റ് റൂൾ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള അഡ്വൈസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബില്ല് പ്രസിഡൻറ്റിൻ്റെ കൺസിഡറേഷനിലേക്ക് വെക്കണമെന്നുള്ളത്, ആ ബില്ല് പ്രസിഡൻറ്റിൻ്റെ കൺസിഡറേഷനിലേക്ക് വെക്കണമെന്നുള്ളത് പോലും ലിമിറ്റഡാണ്. ചുമ്മാ അതെല്ലാം അയക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് സുപ്രീം കോടതി തമിഴ്നാട്ടിലെ കേസിൽ പറഞ്ഞത്. തമിഴ്നാട്ടിലെ കേസിലെ കളഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റ്, ഇത്ര ദിവസത്തിനകം ഇത് ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് പ്രസിഡൻഷ്യൽ റഫറൻസിൽ എടുത്തു കളഞ്ഞത്. ബാക്കി എല്ലാ ഭാഗവും വളരെ പെർട്ടിനൻ്റായിട്ടും റെലവൻ്റായിട്ടും നിൽക്കുന്ന വിഷയമാണ്. അതിനകത്തൊന്നും സംശയിക്കേണ്ടതില്ല. അപ്പം എന്താണോ സർക്കാർ പറയുന്നത്, ഞാൻ ആ സർക്കാർ എന്നുള്ള പ്രയോഗം അങ്ങ് ഉപയോഗിക്കുന്നത്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറയുന്നത് എന്തോ അത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗവർണറിനെ നമ്മളൊരു നോമിനൽ ഹെഡായിട്ടാണ് പറയുക. ഗവർണർ ഇസ് എ നോമിനൽ ഹെഡ് ആൻഡ് ദ റിയൽ പവർ വെസ്റ്റ് ഇൻ ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതാണ് നമ്മൾ സോളാർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്ററാണ് അതിനകത്ത് സൂര്യൻ, ബാക്കിയുള്ളതെല്ലാം പ്ലാനറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നൊരു പ്രയോഗം. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പുസ്തകം എടുത്താലും ആ പ്രയോഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഗവർണർക്ക് ഇതിനകത്ത് അഡീഷൻസും ഡിലീഷൻസും ഒന്നും ആവശ്യപ്പെടാനുള്ള ഒരു അധികാരവുമില്ല. അദ്ദേഹം അങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെക്കാൻ പാടുമില്ല. അദ്ദേഹം ഈ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം നരേന്ദ്രമോദി അപ്പോയിൻറ്റ് ചെയ്ത് വരുന്നതാണെങ്കിലും, അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നരേന്ദ്രമോദി അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പക്ഷേ നരേന്ദ്രമോദി പറയുന്ന ആളാണല്ലോ. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് വിധേയത്വം കാരണം പല കാര്യങ്ങളും എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് ഇദ്ദേഹം
ആർലേക്കർ മാത്രമല്ല, ഇതിനു മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാനും കാണിച്ചിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നമല്ല, ഈ പോസ്റ്റിലിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിനോടുള്ള അമിത വിധേയത്വത്തിൻ്റെ ഒരു ഭാഗമായി വരുന്നൊരു വിഷയമാണ്. കാര്യം എനിക്കൊന്ന് ഇവർക്ക് ജോലിയിലൊക്കെ പ്രശ്നം പേടിയാണ്. കാര്യം ഇത് കഴിഞ്ഞാൽ പരിഗണിക്കത്തില്ലയോ. പണ്ടാണെങ്കിൽ അമിത്ഷാ നടത്തിയ ഇവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു മീറ്റിങ്ങിനകത്ത്, അല്ലെങ്കിൽ അവർ കൺവീൻ ചെയ്തൊരു മീറ്റിംഗ്, അതായിരിക്കും റൈറ്റ് വേർഡ്, ആ കൺവീൻ ചെയ്തൊരു മീറ്റിങ്ങിനകത്ത് അമിത്ഷായും കൂട്ടരും പറഞ്ഞത്, നിങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഗവേണൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടണം. സത്യത്തിൽ സുപ്രീം കോടതി പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇടപെടരുതെന്നാണ്. നിങ്ങൾ നോമിനലാണ്, നിങ്ങൾക്ക് റോളില്ല, നിങ്ങൾ മറ്റവരെ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ അമിത്ഷായും കൂട്ടരും പറയുന്നത് നിങ്ങൾ കൂടുതൽ കാര്യത്തിൽ ഇടപെടണം. നമുക്കത് കൃത്യമായി ബംഗാളിൽ കാണാം, തമിഴ്നാട്ടിൽ കാണാം. ഇപ്പം ഇന്ന് തമിഴ്നാട്ടിൽ ഗവർണർ എന്തോ കാണിച്ച് ഇറങ്ങി ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പതിവായി ഈ പറയുന്ന പ്രതിപക്ഷം ഭരിക്കുന്ന നാടുകളിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ ഇപ്പോൾ മുഖ്യമന്ത്രി അത് ക്ലാരിഫൈ ചെയ്തപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. സത്യത്തിൽ ആർലേക്കർ ചെയ്തതെന്താ, ഗവർണർ ചെയ്തതെന്താ? ഗവർണർ ചെയ്ത ഒരു കള്ളമാണ്. കാര്യം അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് എന്തോ അദ്ദേഹം അതിനകത്ത് കുറച്ച് ഭാഗം മാറ്റി അദ്ദേഹത്തിന് സൗകര്യമുള്ള കാര്യം ആഡ് ചെയ്ത് കയറ്റുക ചെയ്തത്. അപ്പോൾ ആ സഭയുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനല്ല നമ്മൾ കൊടുത്തത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നാണെന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ വലിയ ശക്തിയുള്ള ഒരു വാചകമാണ്, സഭയുടെ രേഖകളിൽ വരുന്ന ഒരു വാചകമാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. അത് ഈ രാഷ്ട്രത്തിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ ലെജിസ്ലേറ്റീവ് ചരിത്രത്തിലേക്ക് കയറുന്ന പ്രയോഗങ്ങളാണ്. കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞതല്ല ഞങ്ങൾ പറഞ്ഞതല്ല ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കള്ളം കാണിച്ചു എന്നാണ് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നത്. അല്ലേ? അങ്ങനല്ലേ മനസ്സിലാക്കാൻ കഴിയൂ? ഇതിൽ കൂടുതൽ ശക്തമായിട്ട് എന്താ പറയാൻ പറ്റുക? അപ്പം ഇങ്ങനെ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പല ഘട്ടത്തിലും ഗവർണർക്കെതിരെ ലിറ്റിഗേറ്റ് ചെയ്യുന്ന നമ്മൾ ഗവർണർക്കെതിരെ SFIയോ അല്ലെങ്കിൽ CPMോ അങ്ങനെയുള്ള ആൾക്കാർ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ ഗവൺമെൻറ്റിന് ഒരിക്കലും ഗവർണർക്കെതിരെ സമരം ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ പറയുന്ന പോലെ ഗവൺമെൻറ് മെഷീനറീസ് ഇതിന് അങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയൽ ഹെഡാണ്, ഒരു എക്സിക്യൂട്ടീവ് തലവനാണ്. അദ്ദേഹത്തിന് നാളെ തൊട്ടെന്നാൽ ഞാൻ ഗവർണർക്കെതിരെ സമരമാണെന്ന് പറയാൻ പറ്റില്ല. അത് CPMനോ കോൺഗ്രസിനോ മറ്റേതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കോ SFIക്കോ ഒക്കെ പറയാം. അപ്പം CPMൻ്റെ മുന്നിൽ സർക്കാരിന് മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്താണ്? അദ്ദേഹത്തിന് മുന്നിലുള്ള ഏക ഓപ്ഷൻ ലിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് വിഷയത്തിലാണ് ഗവർണർ തർക്കം വെച്ച വിഷയത്തിൽ സർക്കാർ ലിറ്റിഗേറ്റ് ചെയ്യാതെ പോയത്? എല്ലാം ലിറ്റിഗേറ്റ് ചെയ്തു. VCയുടെ കേസ് അപ്പോൾ അദ്ദേഹത്തിന്റെ വാദം നിരർത്ഥകമാണെന്നാണോ പറയുന്നത്? ഉറപ്പായിട്ടും അതെ. അതാണ് ഞാൻ പറയാൻ വന്നത്. അദ്ദേഹം അത് കുഴപ്പമെന്നറിയോ? നോക്കൂ, നമുക്ക് ലെജിസ്ലേറ്റീവ് ബ്രാഞ്ച്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതിനകത്തെ ഏറ്റവും വലിയ പില്ലറാണ് ബേസിക്കലി ഡെമോക്രാറ്റിക് പില്ലറാണ് ജുഡീഷ്യറി. അതിൻ്റെ ഏറ്റവും പരമോന്നത കോടതി നമ്മളുടെ മുന്നിൽ നമ്മൾ കൊടുത്ത നമ്മുടെ പെറ്റീഷനിൽ മെറിറ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയ ശേഷം, അത് കോടതിക്ക് തന്നെ മനസ്സിലായി മെറിറ്റ് ഉണ്ടെന്ന്, എന്നിട്ടും കോടതി നമ്മളോട് ആവശ്യപ്പെടുകയാണ് എന്താണ്, അമിക്കബിളി സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് 2 പാർട്ടീസിനോട് ചോദിക്കുകയാണ്. കോടതി എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? സത്യത്തിൽ കോടതി അങ്ങനെ ചോദിക്കണോ എന്നുള്ളൊരു ചോദ്യം വേണം നമുക്ക് ചോദിക്കാം. കോടതി അത് ചോദിച്ച സ്ഥിതിക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനോടാണ് അത് ആവശ്യപ്പെടുന്നത്. കോടതി, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത കോടതി നമ്മളോട് ചോദിക്കുകയാണ് ഇതിനകത്ത് അമിക്കബിളി സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല എന്നൊരൊറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പാടില്ല. കാര്യം നോക്കൂ, നമുക്ക് നാളെയും ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വേണ്ടതാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ റെസ്പെക്ട് ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട്. നോക്കൂ, നമുക്ക് സുപ്രീം കോടതി പറയുന്നു, ഹൈക്കോടതി പറയുന്നു, എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ വലിയ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നതിന് കാര്യം എന്താ? അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ബൗണ്ടൻ ഡ്യൂട്ടിയാണ് അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് വന്ന ഒരു അഭിപ്രായം നമ്മൾ ശിരസാ വഹിക്കുന്നത്. അത് പറ്റത്തില്ല എന്ന് നമ്മൾ അവിടെ രേഖപ്പെടുത്തി. കാര്യം ഗവർണർ പറയുന്നതുമായിട്ട് ചേരത്തില്ല എന്ന് പറഞ്ഞപ്പം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഗവർണറുടെ ഓഫീസിൽ നിന്ന് എന്നാൽ നമുക്ക് മീഡിയേറ്റ് ചെയ്താലോ എന്നുള്ള ഇനിഷ്യേറ്റീവ് വന്നു. അങ്ങനെയാണ് ആ പെറ്റീഷൻ ഇൻഫ്രക്ചസ് ആയി പോകുന്നത്. അതല്ലാതെ ഒരു കാരണവശാലും അതിൻ്റെ ഒരു ഡീലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സുപ്രീം കോടതി ഡീലിന് കൂട്ടുനിന്നു എന്ന് നമ്മൾ പറയണോ? അങ്ങനെയാണോ നമ്മളതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഗവർണറും, ഞാനത് കൺക്ലൂഡ് ചെയ്യാം, ഗവർണറും മുഖ്യമന്ത്രിയും നടത്തിയ ഡീലാണെങ്കിൽ ഇവർ പറയുന്ന ഭാഷ്യത്തിനനുസരിച്ച് ആ ഡീലിന് കൂട്ടുനിന്ന ആൾക്കാർ സുപ്രീം കോടതി എന്ന് പറയുമോ? ഇവർ അങ്ങനല്ല നമ്മൾ അതിനെ എടുക്കേണ്ടത്. നമുക്ക് ഒരു റെസ്പെക്ട്ഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ രാജ്യത്തിൻ്റെ എല്ലാമായ സുപ്രീം കോടതി,
അതിന് അവർ പറയുന്നത് കേൾക്കാതെ അതിന് ഇവർ തമ്മിലുള്ള ഡീലാന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ വളരെ ബാലിശമായ ഒരു വാദമാണ്. Right, അത് നമ്മൾ എടുക്കാനേ പാടില്ല. അത് സാന്ദർഭികമായി വന്നതാണ്. പക്ഷേ അതിനകത്ത് കോടതിയുമായി ബന്ധപ്പെട്ടതാണ്, വസ്തുതാപരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിലൊരു വ്യക്തത വരാൻ വേണ്ടി ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ശ്രീ റോണി കെ ബേബിയിലേക്കാണ് വരുന്നത്. ശ്രീ റോണി, ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധമായ നടപടിയെ പ്രതിപക്ഷം വിമർശിച്ചു എന്ന ഗൗരവമായ സാഹചര്യം ഉള്ളപ്പോൾ തന്നെ കേന്ദ്ര വിമർശനത്തിൻ്റെ നിരവധിയായ കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യത്തെയും പ്രശ്നങ്ങളെയും ഗവർണർക്ക് അവതരിപ്പിക്കേണ്ടി വന്നു. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. തമിഴ്നാട്ടിൽ പോലും അത് സാധ്യമായിട്ടില്ല. ഒരു വരി വായിക്കാതെ പോയി. ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ തവണ ഇത് ചെയ്യുമ്പോൾ ഇത്തവണ ഈ ഗവർണർക്ക് കേരളത്തിൻ്റെ കേന്ദ്ര സമീപനത്തിലെ മോദി സർക്കാരിൻ്റെ സമീപനത്തിലെ സംസ്ഥാനത്തിൻ്റെ വിമർശനങ്ങളെ പലതും ആ ഫ്ലോറിൽ അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ എന്തുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല? അതിനെയെങ്കിലും, ആ കേരളത്തിൻ്റെ പൊതുവായ ആ കാര്യത്തെയെങ്കിലും ഒരു തവണയെങ്കിലും പിന്തുണയ്ക്കാൻ നിങ്ങൾ തയ്യാറാകണ്ടേ? അത് ചെയ്യുന്നേയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മനോഭാവത്തെ ഇന്നും വെളിപ്പെടുത്തിയത്. ഉദാഹരണത്തിന് ഈ ക്വാർട്ടർ, ഈ മാർച്ച് വരെ വരുന്ന 26 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഈ ക്വാർട്ടറിൽ കിട്ടേണ്ട നമ്മൾക്ക് ചെലവിനും മറ്റുമായി വേണ്ടുന്നതായിട്ടുള്ള ബാധ്യതകൾ ഏറ്റെടുക്കാൻ അതിന് ഏതാണ്ട് 12,000 കോടിയാണ് കേരളത്തിന് അവകാശപ്പെട്ടത്. ഈ തുകയുടെ പകുതിയിലേറെ അല്ലെങ്കിൽ ഒരു 6,000 കോടിക്കടുത്ത് ഇപ്പോൾ തന്നെ അവർ കട്ട് ചെയ്യുന്നു എന്ന, വല്ലാതെ നിഷേധിക്കുന്നു എന്ന യാഥാർത്ഥ്യം അടക്കം നിൽക്കുകയാണ്. അപ്പോൾ ഇതിനോടൊന്നും പിന്തുണയ്ക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്നുള്ളത് കൂടി ഇന്ന് വെളിപ്പെട്ടില്ലേ? അത് യഥാർത്ഥത്തിൽ ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിലെ കേരളത്തെ ദ്രോഹിക്കുന്ന കേന്ദ്ര വിമർശനത്തെ പിന്തുണയ്ക്കുന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? ഗവർണർ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുവോ നടത്തിയില്ലയോ എന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ്. കാരണം ഭരണഘടന അനുശാസിക്കും. നമ്മളതാണല്ലോ ആദ്യത്തെ ഭാഗം ചർച്ച ചെയ്ത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതൊക്കെയാണോ അദ്ദേഹം അത് വായിച്ചു. അദ്ദേഹം വായിച്ചില്ലെങ്കിൽ പോലും ആ വിമർശനങ്ങൾ അവിടെ നിലനിൽക്കുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ എന്റെ നിലപാട്, എന്റെ പാർട്ടിയുടെ നിലപാട് കൃത്യമായി പറഞ്ഞു. കാരണം ഞങ്ങള് മുഖ്യമന്ത്രി ഇന്ന് ചെയ്ത ആ നടപടിയെ ഞങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് പൂർണ്ണമായി അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നത്, കാരണം എവിടെയെങ്കിലും ഒക്കെ ചില പിന്നെ സംശയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ്. ഞാൻ അതാണ് ഇവിടെ ആദ്യമേ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഞാനിവിടെ 2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. ബംഗാളിൽ ആനന്ദബോസ് ഗവർണറായിരുന്നപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട്, അല്ലെ RL രവി തമിഴ്നാട് ഗവർണറായിരുന്നപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട്. ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു സമവായത്തിന് പോകാൻ, ചായ കുടിച്ച് പിരിയാൻ, ഫോൺ കോൾ നടത്തുവാൻ, ഇത് ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ചായ കുടിച്ച് പിരിയുന്നത് മോദി വിളിച്ചാൽ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയും പ്രേമേന്ദ്രനും ഒക്കെയാണ്. ഇവിടെ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യാനാവുന്നത്? റോണി, സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ, താങ്കൾ വീണ്ടും വസ്തുതാവിരുദ്ധമായി വെറുതെ തെറ്റിദ്ധരിപ്പിച്ചു പോയിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകരാണ്. സുപ്രീം കോടതി ഇടപെട്ട കേസാണ്. അതെല്ലാം ലീഗലി അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്താൽ താങ്കൾ വീണ്ടും തെറ്റ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിസ്സഹായമായി കേട്ടിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ലാൽ, അദ്ദേഹം സംസാരിച്ചല്ലോ പൂർണ്ണമായും നമ്മുടെ ഭാഗത്താണ് മെരിറ്റ്. അതാ ഞാൻ പറയുന്നത്, പൂർണ്ണമായും നമ്മുടെ ഭാഗത്താണ് മെരിറ്റെങ്കിൽ നമ്മൾ എന്തൊരു കോംപ്രമൈസിൽ പോകണം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ കോംപ്രമൈസിന് പോയില്ല. അവിടെയാണ് റോണിക്ക് പെശക്. സുപ്രീം കോടതിയുടെ ഡയറക്ഷനാണത്. സുപ്രീം കോടതി ആ പോയ പെറ്റീഷനിൽ പ്രയറിൽ പോലും, ഇന്നത്തെ വിഷയം അതല്ല റോണി പ്ലീസ്, ആ പെറ്റീഷനിലെ സ്ഥിരം VC എന്ന് പറയുന്നൊരു പ്രയർ പോലും ഇല്ല. അത് കോടതി ഏറ്റെടുത്ത കോടതിയുടെ വാദമായിരുന്നു. കോടതിയാണ് അങ്ങനെ പ്രഖ്യാപിച്ചത്. അതിനാണ് ചില പ്രൊസീഡിങ്സ് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് സമവായം എന്ന് ഇരു കക്ഷികളോട് പറഞ്ഞത്. അഡ്വക്കേറ്റ് ലാൽ അതൊക്കെ വ്യക്തമാക്കി പറഞ്ഞതാണ്. അതിന്റെ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ സമവായമില്ല എന്ന് സുപ്രീം കോടതിയെ ധരിപ്പിക്കാൻ അഭിഭാഷകനെ വരെ അറിയിച്ചതിന് ശേഷമാണ് ഗവർണർ അതിന് വഴങ്ങിയത്. സുപ്രീം കോടതി ഡയറക്ഷൻ പ്രകാരമാണ്. അല്ല, സുപ്രീം കോടതി സമവായത്തിന് തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഭാഗത്താണ് പൂർണ്ണമായും ന്യായമെങ്കിൽ എനിക്ക് സമവായത്തിൽ ചോദിക്കുകയല്ല ചെയ്തത്. സുപ്രീം കോടതി ഡയറക്ഷൻ ആയിരുന്നു സർ. കോടതി ചോദിക്കുകയായിരുന്നില്ല. അങ്ങനെ കോടതി ചോദിക്കുകയായിരുന്നോ? നിയമപരമായ ഒരു വിഷയമാണ് ഇത്. രാഷ്ട്രീയ ആയുധമാക്കേണ്ട വിഷയമല്ല റോണി. അതിൽ റോണിക്ക് ഒരു തരത്തിലും വിജയിക്കാൻ കഴിയില്ല. കാരണം സുപ്രീം, അത് താങ്കളുടെ പ്രശ്നമാണ്. താങ്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് താങ്കളുടെ പ്രശ്നമാണ്. താങ്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് താങ്കളുടെ പ്രശ്നം. ലാല്, സുപ്രീം കോടതി ചോദിക്കായിരുന്നോ നിങ്ങൾക്ക് സമവായമായിക്കൂടെ എന്ന മട്ടിൽ? ലാൽ, അത് മാത്രം ആ വിഷയത്തിൽ. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലാതെ അതൊരു ലീഗൽ ഇഷ്യൂ ആണ്. ലാൽ, അതല്ല വിഷയം. അതിലേക്ക് ഡ്രാഗ് ചെയ്ത് റോണി അത് ശരിയല്ല. റോണി ശരിയല്ല. താങ്കൾ പറയുന്നത് ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ്. ഡ്രാഗ് ചെയ്യരുത്. ലാൽ, എനിക്ക് എന്റെ സ്പെസിഫിക് ചോദ്യം താങ്കളുടെ മുമ്പിലുണ്ട്. ലാൽകുമാർ ഉണ്ടെങ്കിൽ പൂർത്തീകരിക്കും. താങ്കളുടെ ഒരു കോൺടാക്ട് ലീ കോൺടാക്സിൽ ഉണ്ടെങ്കിൽ പറയൂ. അല്ല
ഈ പറയുന്ന വിഷയം മീഡിയേറ്റ് ചെയ്യാൻ സുപ്രീം കോടതി ആവശ്യപ്പെടുമായിരുന്നു. ആവശ്യപ്പെട്ടതിനനുസരിച്ച് തന്നെയാണ് പോയത്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തേക്കാമോ എന്നുള്ള രീതിയിൽ ചോദിച്ചതല്ല. പോട്ടെ, തിരിച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, റോണി കെ ബേബിയോട് തിരിച്ചൊരു ചോദ്യം. അങ്ങനെ സുപ്രീം കോടതി ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? പറ്റത്തില്ലെന്ന് പറയണമെന്നോ? അത് റോണി അങ്ങനല്ല സംഭവിച്ചത്. റോണി കെ ബി പറഞ്ഞ ചോദ്യമായി എടുക്കുന്നെങ്കിലും സാർ പറഞ്ഞ കേൾക്കൂ. സാറിൻ്റെ ന്യായമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ന്യായം. രണ്ടാ. എനിക്കിവിടെ നിന്ന് എന്തും പറയാം, കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് പറയാം, ഗവൺമെൻറ്റിന് അത് പറയാൻ പറ്റില്ല. ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണറിയാണ്. അത് താങ്കൾ മനസ്സിലാക്കണം. എനിക്ക് ലോജിക്ക് തോന്നുന്നില്ല. വക്കീലന്മാർക്ക് പലതിനും പല ലോജിക്ക് തോന്നുന്നില്ല. എല്ലാ കേസിനകത്തും 2 ലോജിക്ക് എല്ലാ വക്കീലന്മാർക്കും ഉണ്ട്, ഇല്ലേ? ഏത് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആൾക്കാർക്കുണ്ട്. ഏത് ലോജിക്കാണ് ശരിയാകുക? അപ്പോൾ അത് ആ ലോജിക്ക് ഒരിക്കലും നമുക്ക് ഗവൺമെന്റിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ അതൊരു വലിയ തെറ്റാണ്. പിണറായി വിജയൻ ചെയ്തത് 100% ശരിയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നത്തെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് റോണി ഒന്ന് കേട്ടിട്ട് താങ്കളോട് സോറി ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട കാര്യം ഗവർണർ അടക്കം പറയുന്നു, കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു. നയപ്രഖ്യാപനത്തിൽ മുമ്പ് പറഞ്ഞ 12,000 കോടി കിട്ടേണ്ടത് 6,000 കോടി കട്ട് ചെയ്യുന്നു, വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഗവർണർക്ക് പോലും അത് സമ്മതിക്കേണ്ടി വരുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷം അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല നിങ്ങൾ കേരളത്തെ? കാരണം ഗവർണർക്ക് അത് പറയാം, അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ. ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം അതിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും അതിനകത്ത് കാണാൻ കഴിയില്ല. വർഷമായി കേരളം സാമ്പത്തികമായി വലിയ രീതിയിൽ വളരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ 6 ലക്ഷം കോടി രൂപ കടബാധ്യതയായിട്ട് നിൽക്കുമ്പോൾ പറയുകയാണ് കേരളം സാമ്പത്തികമായി മുന്നോട്ട് പോവുകയാണ്, സാമ്പത്തികമായി വളരുകയാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പലതവണ പറയൂല്ലോ 53,000 കോടിയുടെ കടം കണക്ക് പറയൂല്ലോ. ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എവിടെയെങ്കിലും എവിടെ പോയി നിങ്ങളുടെ കണക്ക് 57,000 കോടിയായിരുന്നു 1 വർഷം മുന്നേ. എന്താ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയി. കേന്ദ്ര സർക്കാർ നമുക്ക് 57,000 കോടി രൂപ നമുക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയി. ആ ഫിഗർ പോലും നിങ്ങൾക്ക് ഇന്ന് ഈ പറയുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിഞ്ഞോ? നിങ്ങൾ ഈ പറയുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആരോഗ്യ മേഖല നമ്പർ 1 ആണ്. നമ്മുടെ മുമ്പിൽ എത്രയോ കണക്ക് ഈ പറയുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ? വാക്സിൻ കുത്തിവെച്ചിട്ട് 12 ആളുകൾ മരിച്ച സംസ്ഥാനമാണ് കേരളം. ഇത് പറയുകയാണ് നമ്പർ 1 കേരളം ഒന്നാമതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കണക്ക് തന്നെ പറയുന്നു പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൂട്ടിത്തോടെ അൺഎയ്ഡഡ് മേഖലയിലേക്ക് മാറുകയാണെന്ന് 2023-24 ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കണക്ക് നിൽക്കുമ്പോൾ പറയുകയാണ് ഇവിടെ കൂട്ടത്തോടെ വിദ്യാർത്ഥികൾ കേരളം വിട്ട് ഒഴുകുകയാണ്. സമ്മതിച്ചു റോണി. ഇത് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ പുനരാവിഷ്കാരമാണ് റോണി നടത്തുന്നത്. തെറ്റില്ല, കാരണം നിങ്ങളുടെ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്, UDF ചെയർമാനാണ്. ഞാൻ ചോദിക്കാൻ വന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, ഈ നയപ്രഖ്യാപനത്തിൽ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ കേന്ദ്രം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ അതേക്കുറിച്ച് എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിന് അവകാശപ്പെട്ട 12,000 കോടിയിൽ 6,000 കോടിക്കടുത്ത് കട്ട് ചെയ്യുന്നു, നിഷേധിക്കുന്നു? ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിനൊരു നിലപാട് വേണ്ടേ? ഞങ്ങൾ പ്രതിപക്ഷത്തായതുകൊണ്ട് കേരളം അങ്ങനെ നരകിച്ചോട്ടെ എന്ന നിലപാട് സ്വീകരിക്കേണ്ടവരാണോ നിങ്ങൾ പറഞ്ഞല്ലോ കേരളം, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വരികൾക്കിടയിലൂടെ കേരളം ആകെ അങ്ങ് തകർന്നു പോയി എന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ നയപ്രഖ്യാപനത്തെ വിശ്വസിക്കുക ഒന്നും വേണ്ട, നിങ്ങൾക്ക് നല്ല വിശ്വാസം വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കൂ, മലയാള മനോരമയുടെ വളരെ പ്രധാനപ്പെട്ട ഡിസംബർ മാസം ഈ വർഷം 25-ന് വന്നിട്ടുള്ള ഡിസംബർ മാസം 2025 ഡിസംബറിൽ വന്നിട്ടുള്ള ആ റിപ്പോർട്ടാണ്. ഒന്ന് കണ്ടു നോക്കൂ. ആ കണ്ടു നോക്കുന്നതിനകത്ത് 1.5 പതിറ്റാണ്ടിനിടെ കേരളം വളർന്നതിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അത് കണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതിലെ കണക്കുകളും വിവരങ്ങളും. ആ കണക്കുകൾ ഓരോന്നും വളരെ ചുരുക്കത്തിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. 1.5 പതിറ്റാണ്ടിൽ ഏതാണ്ട് 10 വർഷം എന്ന് പറയുന്നത് തുടർ ഭരണമാണല്ലോ. അതായത് 2011 തുടങ്ങുന്നു. മലയാള മനോരമ പറയുന്നു മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 3.64 ലക്ഷം കോടിയായിരുന്നുവെങ്കിൽ 24-25 അത് 12.49 ലക്ഷം കോടി. ഉമ്മൻചാണ്ടി ഭരണം അവസാനിക്കുമ്പോൾ 3.64 നിന്ന് അത് 5.62 മാത്രം വളർന്നുവെങ്കിൽ അത് കഴിഞ്ഞ് 16 മുതൽ നോക്കൂ 24 വരുമ്പോൾ അത് നേരെ ഇരട്ടിയാകുന്നു. ഇതിനിടയിൽ കോവിഡ് അടക്കമുള്ള കാലങ്ങൾ, പ്രളയം പോലെയുള്ള കാലങ്ങൾ, പ്രളയത്തെ തുടർന്നുണ്ടായ അനുഭവങ്ങൾ, ഈ കാലത്തൊക്കെയും അതിനെയൊക്കെ അതിജീവിച്ച് കേരളം 3.5 മടങ്ങോളം 1.5 പതിറ്റാണ്ടിനിടെ വളർന്നു എന്ന യാഥാർത്ഥ്യം മലയാള മനോരമ പറഞ്ഞു. അപ്പോൾ എന്താണ് റോണി,
കേന്ദ്രത്തിൻ്റെ ഫണ്ട് കുറയുന്നു, പക്ഷേ നമ്മൾ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ GSDP വർദ്ധിക്കുന്നു, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കുന്നു, സാമ്പത്തിക വളർച്ചാ നിരക്ക് നമുക്ക് ദേശീയ ശരാശരിയേക്കാൾ മുകളിൽ നിൽക്കാൻ കഴിയുന്നു. കേന്ദ്രം എങ്ങനെയൊക്കെ കേരളത്തെ ദുരിതപ്പെടുത്താൻ ശ്രമിക്കുന്നോ അതിനെ അതിജീവിക്കാൻ കൂടി കേരളം പഠിച്ചു, പാകപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് മലയാള മനോരമ 2 മാസം മുമ്പ് എഴുതിയത്. റോണി വായിച്ചല്ലോ, കണ്ടല്ലോ. ഈ മലയാള മനോരമ എവിടെയെങ്കിലും അത് സംസ്ഥാന സർക്കാരിന്റെ സംഭാവന കൊണ്ടാണ്, അല്ലെ സംസ്ഥാന സർക്കാരിന്റെ നയപരിപാടികൾ കൊണ്ടാണ് കേരളം ഇങ്ങനെ വളർന്നത് എന്നുകൂടി എഴുതിയിട്ടുണ്ടോ? കേരളം അല്ലാതെ പിന്നെ എങ്ങനെയാണ്? അത് കൊള്ളാം. ഇതൊക്കെ പിന്നെ എങ്ങനെയാണ്? സ്വയംഭൂവാണോ? പ്രവാസികൾ കാണണം. ഒരു വർഷം കേരളത്തിലേക്ക് പ്രവാസികള് ഈ നാട്ടിൽ രക്ഷയില്ലാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പ്രവാസികൾ ഈ കേരളത്തിലേക്ക് അയക്കുന്ന 1 ലക്ഷം. അതുകൊണ്ട് അതായത് ഞാൻ ആ വാർത്ത തന്നെ കോട്ട് ചെയ്യാം. ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അടക്കം സംസ്ഥാനത്തെ മൊത്തം സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ മൂല്യമാണ് GSDP. അത് എല്ലാവർക്കും അറിയാവുന്ന. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നിന്ന് ഇത്തവണ എത്ര വർധന ഉണ്ടായി എന്നാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക്. അപ്പോൾ അത് വെച്ചിട്ടാണ് പറയുന്നത്. കോവിഡ് ബാധിച്ച 2020-21 മാത്രമാണ് ആ സമ്പദ് വ്യവസ്ഥയിൽ ഒരു കുറവുണ്ടായിട്ടുള്ളത്. 19-20 8.31 ലക്ഷം കോടിയായിരുന്നത് 7.72 ലക്ഷം കോടിയായി കുറഞ്ഞു കോവിഡ് കാലത്ത്. പിന്നീട് ഓരോ വർഷവും അത് കടന്ന് മുന്നോട്ട് പോകുന്നു. ഇത് 2024-25 അതായത് കഴിഞ്ഞ വർഷം വീണ്ടും ഇരട്ടിയോളം വളർന്ന് 12.49 ലക്ഷം കോടിയായി എന്നുള്ളതാണ്. അതായത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ 3.5 മടങ്ങോളം വളർന്നുവെന്ന് റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് കേട്ടോ റോണി. അല്ലാതെ ഇത് മുമ്പ് പറഞ്ഞതുപോലെ ഏതെങ്കിലും അന്തരീക്ഷത്തിൽ നിന്ന് വന്നതൊന്നുമല്ല. ലാൽകുമാർ, എനിക്ക് ഒരു സെക്കൻഡ് കാര്യം മാത്രം. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് 2025 ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ്, അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി എത്ര രൂപ മാറ്റി വെച്ചു? അങ്ങേക്കും എനിക്കും ഒക്കെ പ്രാഥമിക എക്കണോമിക്സ് അറിയാം. ഒരു സമ്പദ് വ്യവസ്ഥ വളരണമെങ്കിൽ, അവിടെ വികസനം വരണമെങ്കിൽ, തൊഴിലവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവിടെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഉണ്ടാവണം. അതിനാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ശതമാനമാണ് കഴിഞ്ഞ ബജറ്റില് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഈ ഗവൺമെന്റ് മാറ്റി വെച്ചത് 10% താഴെ. എന്നിട്ട് നിങ്ങൾ പറ, ഈ കേരളം വളരുന്നതിൽ ഈ സംസ്ഥാന സർക്കാരിന് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഉള്ളത് എന്ന് ഈ കണക്ക് വെച്ചങ്ങ് പറഞ്ഞാൽ ശ്രീ പ്രേംകുമാർ, ഞാൻ അവിടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു പോയിന്റ്, താങ്കൾ ബജറ്റിൽ തൂങ്ങി ഒരു സാങ്കേതികത്വം പറയാൻ ശ്രമിക്കും. പറഞ്ഞോളൂ ലാൽ, വേഗം. ലാൽകുമാർ, ചോദ്യം എന്താ? അല്ല, അപ്പൊ ഈ കേരളത്തിന്റെ വളർച്ചയ്ക്ക് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്താന്ന് അദ്ദേഹത്തോട് ചോദിച്ചേ. ഇല്ല, അത് പറയത്തില്ലോ. അതല്ലേ അതുകൊണ്ടാണല്ലോ കേരള ഇക്കോണമിയെ വിളിക്കുന്നത് മണി ഓർഡർ ഇക്കോണമി. വളരെ പഴയ ഒരു തിയറി എടുത്തു വെച്ചിട്ടാണ് റോണി ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. ഞാൻ പറയാം, നിങ്ങൾ ബജറ്റ് സൈസ് തന്നെ കേരളത്തിന്റെ സമീപകാലത്തില്ലാത്ത വിധമുള്ള ബജറ്റ് സൈസിലേക്ക് കേരളം ഓരോ വർഷവും വളരുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബജറ്റിന് പുറത്ത്, അതാണ് റോണി സമർത്ഥമായി ഒളിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ബജറ്റിന് പുറത്ത് കിഫ്ബി എന്ന സംവിധാനം കൊണ്ടുവന്ന് വായ്പയെടുത്ത് മികവോടെ നമ്മൾ നമ്മുടെ കേരള മികവിന് വേണ്ടുന്ന സംവിധാനം കണ്ടെത്തി എന്ന യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ച് മാറ്റിവെച്ചിട്ടാണ് റോണി വർത്താനം പറഞ്ഞത് ഞാൻ പറയും. ശ്രീ പ്രേംകുമാർ MLA എന്തു പറയുന്നു? അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമൊക്കെ കേട്ടല്ലോ. അതെ, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം കേട്ടു. അതിൽ 1-2 കാര്യങ്ങൾ ഈ നയവുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഇതിൻ്റെ 3ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട്, എൻ്റെ സർക്കാർ ജനത പ്രഥമസ്ഥാനീയർ എന്ന നയം പതിവായി സ്വീകരിക്കുന്നു. പീപ്പിൾ ഫസ്റ്റ് എന്ന പോളിസിയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാതലെന്ന് പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ 12ാമത്തെ പാരഗ്രാഫും 15, 16 പാരഗ്രാഫുകളും അതിൻ്റെ ഭാഗമായി തന്നെയുള്ള 11ാം പാരഗ്രാഫ് കൂടി ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. ഞാനത് ആകെ വായിക്കുന്നില്ല. എൻ്റെ സർക്കാരിന്, പാരഗ്രാഫ് 11 എൻ്റെ സർക്കാരിന് ഭരണഘടനാ മൂല്യങ്ങളോടും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ധാർമ്മികതകളായ ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സോഷ്യലിസം എന്നിവയോടും ആഴത്തിലുള്ള പ്രതിബദ്ധതയുണ്ട്. പൊതുമണ്ഡലത്തിൽ ഈ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കൂടാതെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഭരണഘടനാ കോടതികളെ സമീപിക്കുന്നതിനും സാധ്യമായ എല്ലാ നടപടികളും എൻ്റെ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഗവർണർ വായിച്ച ഭാഗമാണ്. അതിൻ്റെ തുടർച്ചയിലാണ് പറയുന്നത് 12, ഇത്തരം സാമൂഹികവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിൻ്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. സംഖ്യയെല്ലാം, ഫിഗറെല്ലാം കൃത്യമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 13ാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, 26-27 കാലയളവിൽ 8,000 കോടി രൂപയുടെ വാർഷിക വരുമാന നഷ്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല, അതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്,
കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണവും IGST ക്രമീകരണവും കാരണം ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് 17,000 കോടി രൂപ നിഷേധിക്കപ്പെട്ടു. 15ാം ധനകാര്യ കമ്മീഷൻ്റെ അംഗീകൃത ശുപാർശകളിൽ നിന്നുള്ള GSDP മെത്തഡോളജിയിലെ വ്യതിയാനം മൂലം 4,250 കോടി രൂപ അധിക നഷ്ടവുമുണ്ടായി എന്ന് ഇതിൽ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. കേരളം ധനകാര്യ വകുപ്പ് മന്ത്രി എന്നും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് 10ാം ധനകാര്യ കമ്മീഷൻ ജനസംഖ്യാടിസ്ഥാനത്തിൽ നമുക്ക് 3.87% സംഖ്യ നമുക്ക് തന്നിരുന്നു. എന്നാൽ ജനസംഖ്യാ നിയന്ത്രണവും സാമൂഹ്യമായിട്ടുള്ള നേട്ടങ്ങളും കൈവരിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് 1.92% ഏതാണ്ട് പകുതിയായി കുറച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ പ്രശ്നം എന്താണ് എന്ന് അവതരിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ? രാജ്യത്തിൻ്റെ വരുമാനത്തെ സംബന്ധിച്ച് എത്രയാ പ്രതിശീർഷ വരുമാനം? ആഭ്യന്തര വരുമാനം ശരാശരി എത്ര ശതമാനമാണ് രാജ്യത്തിൻ്റെ? 6% താഴെയാണ്. കേരളത്തിൻ്റെ ആഭ്യന്തര വളർച്ച എന്ന് പറയുന്നത് 12%. ഇന്ത്യയിൽ ഏറ്റവും ആഭ്യന്തര വളർച്ച കൈവരിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാ? ഇപ്പോൾ 2 ലക്ഷം കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നേരത്തെ എത്രയായിരുന്നു കേരളത്തിൽ? 3 ലക്ഷം കോടി രൂപയുടെ ആയിരുന്നോ? എത്രയായിരുന്നു കേരളത്തിലെ ബജറ്റ് സംഖ്യ ഓരോ വർഷവും വർദ്ധിപ്പിക്കല്ലേ ഗവൺമെന്റ്? എക്സ്പെൻഡിച്ചർ കുറയ്ക്കല്ലേ, എക്സ്പെൻഡിച്ചർ കൂട്ടല്ലേ? ആ എക്സ്പെൻഡിച്ചറിന് പുറത്തല്ലേ കിഫ്ബി വഴിയുള്ള വികസനം? അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് ബോർഡ് വഴി നടത്തിയിരുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാർക്ക് നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ ഒരു പക്ഷേ ഗവൺമെൻറ് കൃത്യസമയത്ത് നൽകിയില്ലെങ്കിലും അതിനൊരു ഫണ്ട് ബോർഡ് ഉണ്ടാക്കി നടത്തിയിട്ടുള്ള പ്രവർത്തനം ഈ നാട്ടിലെ വികസനവും ക്ഷേമവും ഒന്നും കാണുന്നില്ലേ? യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് അതിന് ഏതെങ്കിലും നിലയിൽ തടയിടാനും അതിന് തടസ്സപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങളുടെ തുടർച്ചയിൽ ആ ഭാഗം വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഗവർണർ ബാക്കിയുള്ളതൊക്കെ വായിച്ചല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കേരളം നേരിടുന്ന പ്രശ്നം അതിനു മുന്നിലും അതിജീവിക്കില്ല എന്നല്ല പറഞ്ഞത്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയല്ലോ. എന്താ രാജ്യത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം? കേരളത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരായി ശക്തമായൊരു പ്രക്ഷോഭം കോൺഗ്രസ് നടത്തിയോ? ലേബർ കോഡിനെതിരായിട്ടൊരു സമരത്തിൽ രാജ്യത്ത് INTUC നിൽക്കുമ്പോൾ കോൺഗ്രസ് മറുപടി പറയണല്ലോ. കേരളത്തിലെ INTUC ലേബർ കോഡുകൾക്കെതിരായി അത് പിൻവലിക്കണമെന്ന് പറയുന്ന തൊഴിലാളികളുടെ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന നയല്ലേ നടപ്പിലാക്കുന്നത്? നിങ്ങൾ നോക്കൂ, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുന്ന STU, ഇന്ത്യയിൽ INTUCയും STUയും ഒക്കെ അത്തരം സംഘടനകൾ, എല്ലാ തൊഴിലാളി സംഘടനകളും BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ ലേബർ കോഡിനെതിരായി നിൽക്കുമ്പോൾ എന്താ കോൺഗ്രസിന്റെ നിലപാട്? INTUCയുടെ നിലപാട് എന്താ? ഈ നിലയിൽ സംഘപരിവാറിനെ എല്ലാ നിലയിലും, അത് ഞാനിപ്പോൾ അതിൻ്റെ ഈ വിഷയത്തിന്റെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ട് വിശദീകരിക്കുന്നില്ല, എല്ലാ കാലത്തും സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുകയും അടിയറവ് പറയുകയും ചെയ്തവരാണ്. ശാഖയ്ക്ക് കാവൽ നിന്നയാൾ KPCC പ്രസിഡന്റിന്റെ കസേരയിലിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമ്മുടെ നാട് വീണ്ടും വീണ്ടും ഓർക്കേണ്ടതുണ്ട്. ഞാൻ MLA പറഞ്ഞൊരു കോണ്ടെക്സ്റ്റ് എല്ലാ ദിവസവും വളരെ ഗൗരവമായി വർഗീയതയുമായി ബന്ധപ്പെട്ട ഈ രാഷ്ട്രീയ ചർച്ച വളരെ സജീവമായി നിൽക്കുന്ന ഒരു കാലം കൂടിയാണ്. ലാൽകുമാർ, ഞാൻ അതിലേക്കാണ് താങ്കളുടെ ചർച്ചയുടെ ഒരു അവസാനത്തെ ഭാഗം നിങ്ങളെ 3 പേരെയും കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പറയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 12,000-ൽ 6,000 കോടി കട്ട് ചെയ്യുന്നു ഈ ക്വാർട്ടറിൽ കിട്ടേണ്ടത്. അതുപോലെ ദേശീയപാതയ്ക്ക് വേണ്ടി നമ്മൾ മുടക്കി 6,000 കോടി പൊതുകടത്തിൽ പെടുത്തുന്നു. അങ്ങനെ നിരവധിയായ മുൻപ് തന്നെ പറഞ്ഞ 58,000 കോടി നാളിതുവരെയുള്ള നമ്മുടെ പല ഇനങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതെല്ലാം ഇങ്ങനെ കേന്ദ്രത്തിൽ നമുക്ക് അവകാശപ്പെട്ട കോടാനുകോടി നഷ്ടപ്പെടുമ്പോഴാണ് കേരളം 90,000 കോടി രൂപയുടെ ആസ്തി വികസനം കിഫ്ബിയിലൂടെ, അത് ആശുപത്രിയായും സ്കൂളായും റോഡായും പാലമായും എല്ലാം നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്, അതും അഴിമതിരഹിതമായി. ഇതാണ് കേരളത്തിൻ്റെ മാറ്റം 10 വർഷം എന്ന് പറയുന്ന അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ഇന്ന് ഇതടക്കം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുമായി പ്രതികരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ ശ്രീ ലാൽകുമാർ, ഇന്ന് വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം നേരെ പോകുന്നത് വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരു വിവാദ ചർച്ചകൾക്കാണ് അദ്ദേഹം കൂടുതലായി പരിശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും അത് പറയുമ്പോഴും അത്ഭുതകരമായി തോന്നിയ ചില കാര്യങ്ങൾ UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ക്യുക്കായി കാട്ടിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് വരാം. ഒന്ന്, ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മൗദൂദി ആശയങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ലാൽകുമാറിന് ഓർമ്മയുണ്ടാകും ഇന്ന് വാർത്തകളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് അത് UDF ഏറ്റെടുത്ത എല്ലാ നേതാക്കളും പറഞ്ഞു തുടങ്ങി. ഇന്ന് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുതിർന്ന നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയരുത്, സത്യവിശ്വാസികൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലപാട്, അതാണ് സ്ക്രീനിൽ കാണുന്നത്.
കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വെൽഫെയർ പാർട്ടിയുടെ, അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ്, അവരോട് തോളത്ത് കൈവിട്ട് വോട്ടും വാങ്ങി സഹകരിക്കുമ്പോഴും ഇവർ മൗദൂദി ആശയങ്ങൾ പിൻവാങ്ങി എന്ന് പറയുമ്പോൾ അവരുടെ സൈദ്ധാന്തികനായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ എഴുതിയതാണ് ഒന്നാമത്തെ കാര്യം. തീരുന്നില്ല. രണ്ടാമത്തത്, ഇപ്പോൾ എപ്പോഴും പറയുന്നതാണ്, ആ ചിത്രം നമുക്ക് കാണാം, മനക്കൽപ്പടി സ്കൂൾ ഇന്ന് കേരളത്തിന് ചിരപരിചിതമാണ്. പറവൂർ നിയോജക മണ്ഡലത്തിലെ ആ സ്കൂളിൽ വെച്ചാണ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുൻപിൽ കേരളത്തിൻ്റെ ഇന്ന് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ അന്ന് വിളക്ക് കൊളുത്തിയത്. അദ്ദേഹമാണ് വർഗീയതയെക്കുറിച്ച് വലിയ ലാൽ. എൻ്റെ ചോദ്യം, ഇന്നിപ്പോൾ ആർലേക്കർ എന്ന ഗവർണർ ചെയ്യുന്നത് പോലെ കാവിക്കൊടിയേന്ത്യ ഭാരതാംബ എന്ന RSS ചിത്രം ലോക് ഭവനിൽ സാങ്കല്പികമായി പറയുന്നു, ഒരു കാലത്ത് UDF ഭരിച്ചാൽ അങ്ങനെ ഒരു ചിത്രവുമായി വന്നാൽ ഏതെങ്കിലും UDF മന്ത്രിമാർ അതിനോട് ബഹിഷ്കരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് ചിന്തിക്കാനാകുമോ? കാരണം ഈ അനുഭവങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ചിത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം ക്ഷുഭിതനാകും. അദ്ദേഹം അതിന് നേരിട്ട് മറുപടി പറയില്ല. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ മനക്കൽപ്പടിയിലെ സ്കൂളിലെയാണ് ഈ ചിത്രം. അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ ഗോൾവാൾക്കറുടെ ചിത്രമടക്കം അവിടെയുണ്ട്. വളരെ ഗൗരവമായ സാഹചര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നുകൂടി കാണാം. അതായത് ഇപ്പോൾ അദ്ദേഹം UDF ഭരിക്കുന്ന കാലത്ത് മുസ്ലിം ലീഗിൻ്റെ വലിയ സമ്മർദ്ദം വരുന്നു. 5ാം മന്ത്രി വലിയ ഈ സാമുദായിക സന്തുലനാവസ്ഥയൊക്കെ കളഞ്ഞുകൊണ്ടുള്ള മുസ്ലിം ലീഗ് ഭരണം എന്ന് പറയുന്ന, മുസ്ലിം ലീഗ് ഭരണമാണ് കേട്ടോ, മുസ്ലിം ലീഗ് ഭരണം എന്ന ഗുരുതരമായ വിമർശനം ഉയർന്ന ഉമ്മൻചാണ്ടിയുടെ ആ ഭരണകാലത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നില്ലേ? ലാലി ചിലപ്പോൾ കണ്ടു കാണും. നമുക്കൊന്ന് കാണാം. ആ കാലത്ത് MLA മാത്രമായിരുന്ന വി.ഡി. സതീശൻ 5ാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ 5ാം മന്ത്രി കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കുന്ന ഈ 33 സ്കൂള് തീർച്ചയായിട്ടും അല്ല. 5ാം മന്ത്രി സ്ഥാനം തൊട്ട് ഇതിന്റെ ഒരു നിയന്ത്രണം തെറ്റിയ പോക്കാണ് സർക്കാർ പോകുന്നത്. നോക്കൂ ലാൽകുമാർ, 5ാം മന്ത്രി സ്ഥാനം മുതൽ നിയന്ത്രണം വിട്ട പോക്കാണ് UDF സർക്കാരിന് എന്ന് പറയുന്ന അതേ ആള് പ്രതിപക്ഷ നേതാവാകുമ്പോൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന പ്രധാന പ്രശ്നമില്ലേ? അക്കാലത്ത് മലപ്പുറത്ത് അനുവദിച്ച 33 സ്കൂളുമായി ബന്ധപ്പെട്ട വിമർശനമാണ് ഈ സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശനും ഉന്നയിച്ചതിലെ ഒരു ഭാഗം അതായിരുന്നു. ആ കാലത്ത് ഇന്ന് വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ SNDPയും ഇന്നും അന്നും വിമർശിച്ചതിനെ ശരിവെച്ചുകൊണ്ട് അന്ന് സംസാരിച്ചയാളാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ ആ ഭാഗം അതാണ്. അങ്ങനെ 33 സ്കൂൾ കൊടുക്കണോ എന്ന് ചോദിച്ചു. നിയന്ത്രണം വിട്ട പോക്കാണ് എന്ന് പറഞ്ഞതിൻ്റെ അക്കാലത്തെ പ്രസംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സോഷ്യൽ മീഡിയയിൽ വലിയ വ്യാപകമായി വരുന്നു. ഇദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവായി ഇരുന്നതുകൊണ്ട് വർഗീയതയ്ക്കെതിരെ എന്ന നിലയിൽ പലതും പറയുന്നത്. ലാൽകുമാർ, അല്ല, വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം വി.ഡി. സതീശന് മുസ്ലിം ലീഗിൻ്റെ പ്രീതി അന്ന് ആവശ്യമില്ല, പക്ഷേ ഇന്ന് ആവശ്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. നോക്കൂ, കേരളം UDF ഭരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമേ നടക്കില്ല. കാര്യം അത് UDF ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷം കിട്ടിയാലും ലീഗാണ് ഭരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. കാര്യം ഉമ്മൻചാണ്ടിക്ക് സത്യത്തിൽ ആ കസേരയിൽ നേരെ ഇരിക്കാൻ ഇവർ സമ്മതിച്ചിട്ടുണ്ടോ? സമ്മതിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇരുത്താഞ്ഞത് സത്യത്തിൽ LDF ഒന്നുമല്ല, ലീഗാണ് ഇരുത്താഞ്ഞത്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ, മതപരമായ പ്രശ്നങ്ങൾ. നോക്കൂ, കേരളത്തെ ഇത്രയും വർഗീയമായി വിഭജിച്ചത് ആരാണ്? 5ാം മന്ത്രിസ്ഥാനം മാത്രമൊന്നുമില്ല, അന്നത്തെ ലീഗിൻ്റെ ഭരണമാണ്. ഉമ്മൻചാണ്ടി അല്ല ഭരിച്ചു. ഉമ്മൻചാണ്ടി ആയിരുന്നോ മുഖ്യമന്ത്രി? സത്യത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്ന വാണക്കാട്ടുന്ന എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ലീഗിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ ശൈലിയാണ്. നോക്കൂ, മതമാണ് പ്രശ്നം. ശരി, പിന്നെന്തുവാ ഇവിടെ ബാക്കിയുള്ളത്? മതമാണ് പ്രശ്നമെങ്കിൽ മതനിരപേക്ഷത അപ്പം എന്തായി? കാറ്റിപ്പറത്തിയില്ലേ? അന്ന് പറഞ്ഞ സതീശൻ ഇന്നിപ്പോൾ പറയുന്നത് കാര്യം ലീഗും മുസ്ലിം വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്താൽ മാത്രമേ സതീശന് വിജയിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കോൺഗ്രസിനും വിജയിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഉപയോഗിച്ച പ്രയോഗം ഇതാണ്: കോൺഗ്രസിൻ്റെ തലയിരിക്കുന്നത് ലീഗിൻ്റെ കക്ഷത്തിലാണ്. എനിക്ക് ഒരു സംശയമില്ല പറയുന്നതിനകത്ത്. അതിനകത്ത് ഓരോ വോട്ട് കൂടിയാലും കുറഞ്ഞാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇതാണ് ഇതിനകത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. അത് കോൺഗ്രസ്സിലുള്ള പലർക്കും അറിയുകയും ചെയ്യാം. അത് പ്രത്യേകിച്ച് നമ്മുടെ സതേൺ ട്രാവൻകൂറിലേക്ക് വന്നാൽ കൃത്യമായി അറിയാം. സതേൺ ട്രാവൻകൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇവിടെ നടക്കുന്നത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പറയുന്ന അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ പീക്കാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളും വന്നു. മുസ്ലിം ആൾക്കാരുടെ മനസ്സിൽ തീകോരിയിട്ട് അവരെ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. അതേ പ്രോസസ്സിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സാണ് BJP നടത്തുന്നത്. അതേ പ്രോസസ്സ്. നോക്കൂ, മൗദൂദി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വി.ഡി. സതീശൻ പറഞ്ഞ വരി എന്താണ്? വി.ഡി. സതീശൻ പറഞ്ഞത് അവർ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഈ പറയുന്ന സാധനങ്ങളിൽ നിന്ന് വിട്ടു. അങ്ങനെ ഒരു കാര്യം ഇതുവരെ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കകത്ത് ഞാൻ റോണി കെ ബേബി ഇരുന്ന ചർച്ചയ്ക്കകത്ത് പറഞ്ഞതാണ്.
റോണി കെ ബേബി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. സതീശനാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേ കാര്യമായി ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾ വന്ന് പറഞ്ഞിരിക്കുന്നു. മതരാഷ്ട്രവാദമാണ് എല്ലാം. അതല്ലേ പറഞ്ഞതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് അതല്ലേ. ഇസ്ലാമിക് റിപ്പബ്ലിക് ഈ പറയുന്ന മതരാഷ്ട്രവാദം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി, അത് വെൽഫെയർ പാർട്ടിയാണ്. ആ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് എവിടുന്നാണ്? അത് തങ്ങളാണ് തീരുമാനിച്ചത്. ഈ പ്രാവശ്യം എഴുതി കൊടുത്ത ചീട്ടിനകത്ത് അദ്ദേഹമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതാണ് ഇതിനകത്തെ അപകടം. അത് അടിസ്ഥാനപരമായി എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കേരളത്തെ ഹിന്ദു മുസ്ലിം ഡിവൈഡാക്കി എക്സ്ട്രീമിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിർത്താൻ പറ്റുന്ന സാഹചര്യത്തിലേക്കല്ല പോകുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ കെയർഫുൾ ആകണം. ഇവരാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വർഗീയത ഇങ്ങനെ പറയുക. കാര്യം എന്നറിയോ? മുസ്ലിം പോളറൈസേഷൻ നടക്കുക മാത്രമാണ് ലക്ഷ്യം. ദർ ഇസ് നത്തിങ് മോർ നത്തിങ് ലെസ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് പറയുന്നത് വഴി യഥാർത്ഥത്തിൽ അവർ ഉന്നുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിലെ പോളറൈസേഷനാണ്. അത് ഈ സംസ്ഥാനത്തെ 5ാം മന്ത്രി നശിപ്പിച്ച പോലെയല്ല, സംസ്ഥാനത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിശ്ചയമായി. അത് 2011-16 5ാം മന്ത്രിയും UDF-നകത്ത് നിലനിൽക്കുന്ന മുസ്ലിം ലീഗ് പ്രീണനത്തിൻ്റെ ഒരു കാലത്തിനുമൊക്കെ അപ്പുറം വളരെ ഭീതിതമായ ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ കാലത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു എന്ന ഗൗരവമായ പ്രശ്നം ആ കാലത്താണ് ഈ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നത്. മുൻപ് ഉമ്മൻചാണ്ടിയെ ഈ മുസ്ലിം ലീഗ് പ്രീണനത്തിൻ്റെ അപകടങ്ങൾ UDF-ന് സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചയാളാണ് വി ഡി സതീശൻ. ആ വി ഡി സതീശൻ ഇന്ന് പ്രതിപക്ഷ നേതാവാകുമ്പോൾ അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് ലീഗ് നേതൃത്വത്തിൻ്റെ ചിന്തയ്ക്കുള്ളിൽ, ആ ലീഗ് നേതൃത്വത്തിനകത്ത് വലിയ തോതിൽ തീർത്തും ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിൽ തീർത്തും ന്യൂനപക്ഷമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. അപകടകരമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ കൈവിടരുത് എന്ന് ഷെയ്ഖ് ആരക്കുന്ന് പറഞ്ഞ ദിവസമാണ് ഇന്ന്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നമ്മളിവിടെ വെച്ചു. അങ്ങനെ അതാണ് വി ഡി സതീശൻ ഇപ്പോൾ ചെന്ന് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കോൺഗ്രസ് ചെന്ന് നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സിന് BJP-യുടെ ഹിന്ദുത്വ വർഗീയതയെ പ്രതിരോധിക്കാനേ കഴിയില്ല. വർഗീയത രണ്ടു ഭാഗത്തും വളർത്തുന്നതിനെ ഇത് ഉപകരിക്കൂ എന്ന പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ടാണ്. ശ്രീ റോണി കെ ബേബി, മറുപടി. ഇപ്പോൾ കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറുവാൻ വേണ്ടിയാണല്ലോ CPM ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണല്ലോ മുസ്ലിം ലീഗിനെ എനിക്ക് ഒരു മിനിറ്റ് അതുകൊണ്ടാണല്ലോ മുസ്ലിം ലീഗും കോൺഗ്രസിനെയും തമ്മിൽ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. 1990-കളിൽ മുസ്ലിം ലീഗിന് തീവ്രത പോരാ, മുസ്ലിം ലീഗിന്റെ നിലപാടുകളിൽ തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ എതിർത്തുകൊണ്ട് വന്ന മുസ്ലിം സമുദായ സംഘടനകളെ മുഴുവൻ താലോലിച്ച് പ്രോത്സാഹിപ്പിച്ച് വളർത്തി, ചെലവും കൊടുത്ത് വളർത്തിയ CPM. എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് 93-ൽ ഒറ്റപ്പാലം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. 2004-ൽ എറണാകുളം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് സെബാസ്റ്റ്യൻ പോൾ ജയിച്ചത് മാറാവിന് ശേഷം. അന്നൊക്കെ ഈ CPM ആർക്കൊപ്പമായിരുന്നു? ഇന്ന് നിങ്ങൾ വർഗീയവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്ന മുഴുവൻ സംഘടനകളുമായി അന്ന് ചേർന്ന് നിന്നവരാണ് CPM. INL എന്തിനു പേരില്ല മുസ്ലിം ലീഗ് വിട്ടുപോയത്? മുസ്ലിം ലീഗിന്റെ നിലപാടിന് ശക്തി പോരാ, തീവ്ര നിലപാട് വേണം, തീവ്ര മതരാഷ്ട്രീയ നിലപാട് വേണം എന്ന് പറഞ്ഞു പോയ INL ഇന്ന് ആരുടെ ഭാഗമാ? ഇന്ന് CPM-ന്റെ ഭാഗമല്ലേ? അപ്പോൾ നിങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങളുടെ വിമർശനത്തിൽ ഉള്ളത്? നിങ്ങളുടെ ഭാഗത്തെക്കുറിച്ച് ഉയരുന്ന വിമർശനത്തിന് മറുപടി പറയണ്ടേ? അപ്പുറത്തെ കൂട്ടരെ പറയുന്നത് ശരി. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേതാവ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ, ഇത് അപകടമാണ്, ഒരു നിയന്ത്രണവുമില്ലാത്ത പോക്കാണ്, ഇത് ഭൂരിപക്ഷ സമുദായത്തിൽ വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടാക്കുന്നു, ഈ 33 സ്കൂള്, 5ാം മന്ത്രി, ഇതൊക്കെ പറഞ്ഞ വി ഡി സതീശൻ ഇപ്പോൾ അതിലും അപകടകരമായ ഒരു മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെയല്ലേ ഇന്ന് കൂടെ കൊണ്ടുപോകുന്നത്? ആ വിമർശനത്തെക്കുറിച്ച് താങ്കൾ പറയും. ഏതൊക്കെയാലും ഞങ്ങൾ മുസ്ലിം ലീഗിനെ അല്ല കൂടെ കൊണ്ട് നടക്കുന്നത്, അല്ലാതെ ഇതിനേക്കാൾ അതിശക്തമായ നിലപാടുകൾ എടുത്ത. അപ്പൊ ഇതുകൂടി എടുക്ക്. ജമാഅത്തെ ഇസ്ലാമി എന്താ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞത് UDF അതേപടി ഏറ്റെടുക്കുകയാണോ? ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളി പറയരുത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി നിങ്ങളുടെ കൂടെയാണ്, വെൽഫെയർ പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അവർ പറയട്ടെ, അതിന്റെ വക്താവല്ല. ആ വോട്ട് വാങ്ങുന്നവരാണ് നിങ്ങൾ. ആ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ CPM മേടിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് നഗരസഭ ഉൾപ്പെടെ, മണ്ണാർക്കാട് നഗരസഭയിൽ 1ാം വാർഡ് അവിടെ CPM പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിച്ചതിൽ തെറ്റില്ല, നിങ്ങളുമായി ധാരണയും സഖ്യവും പരസ്പരം വോട്ട് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് എത്രയിടത്ത് പോസ്റ്റർ ഉണ്ടായിരുന്നു?
സിലിണ്ടർ ചിഹ്നത്തിൽ മത്സരിച്ചു എത്രയിടത്ത്. റോണി ഇത് എന്ത് മറുപടിയാണ്, എന്ത് കാര്യമാണ് ഈ പറയുന്നത്? പ്രതിപക്ഷ നേതാവ് തന്നെ സമ്മതിച്ചതാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷെയ്ഖ് ആരക്കുന്നാണ് ഇന്നും പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയരുത്. യോജിക്കുന്നുണ്ടോ കോൺഗ്രസ്? ആരെങ്കിലും എവിടെയെങ്കിലും നിന്നൊരു പ്രസ്താവന നടത്തിയതിന് പേരിൽ അദ്ദേഹം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് ഭാരവാഹിയാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതാണ് പ്രശ്നം. അഭിപ്രായം പറയട്ടെ. ഈ വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്താണെന്നുള്ളത് അവർ പറയട്ടെ. കോൺഗ്രസ് പാർട്ടിയുടെ മനസ്സിലായിട്ടില്ലേ? ഇവിടെ നിന്ന് പറയാം. അവരുടെ സൈദ്ധാന്തികനും എത്രയോ കാലമായി കേരളീയ പൊതുമണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധാനമായി കാണുന്നയാളാണ് കാരക്കുന്ന്. പ്രശ്നം എന്താ? CPM-ഉം RSS-ഉം രഹസ്യവും പരസ്യമായ ധാരണ ഉണ്ടാക്കിയതിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷം അസ്വസ്ഥരാണ്. അതിനെതിരെ പ്രതികരിക്കുമ്പോൾ നിങ്ങളെങ്കിലും ഓരോ നരേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വസ്തുതകൾ ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ റോണി. ശ്രീ പ്രേംകുമാർ, ഞാൻ ഏതെങ്കിലും കാര്യം വെറുതെ പറഞ്ഞതാണോ? മനക്കൽപ്പടി സ്കൂളിലെ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വി ഡി സതീശൻ ചിത്രം വിളക്കൊളുത്തുന്ന ചിത്രം കാട്ടിയിട്ടല്ലേ ഞാൻ കാര്യം ചോദിച്ചത്? വോട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനാ. RSS-ഉമായി ഞങ്ങൾ വോട്ട് അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്ന് കാണിക്കോ? കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി RSS-ഉമായിട്ട് വോട്ട് കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതായിട്ട് ഞാനൊന്ന് പറയാം. അടിയന്തരാവസ്ഥ കാലത്തെ സംബന്ധിച്ചല്ല, റോണി ഞാനൊരു കാര്യം പറയാം. അതിലും ഈ സമീപകാലത്ത് ഒരു വിശദീകരണം നടത്തി പാളിപ്പോയതും തെറ്റായിപ്പോയതും പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജനസംഘവുമായി സഹകരിച്ചു എന്ന് പറയുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനസംഘമില്ല. തൽക്കാലം ഞാൻ അത്രേ പറയുന്നു. ശ്രീ പ്രേംകുമാർ, ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത് അനുബന്ധമായ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ്. പ്രേംകുമാർ, റോണിയോട് ഒരു ചോദ്യം, ഇതിനൊരു ഉത്തരം പറ്റുമെങ്കിൽ താങ്കൾ പറഞ്ഞു, എന്നിട്ട് ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ ഒരു സത്യവിശ്വാസിക്കും കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗം ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, ഇനി ആരോ ആകട്ടെ, അങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് ആരായാലും ആ പ്രസ്താവനയെ ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറയാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന താങ്കൾക്ക് കഴിയോ? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഏത് നിലപാട് എടുത്താലും അവരെ തള്ളിപ്പറയാനുള്ള ആർജവത്ത് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കാം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ളതാണോ? പറഞ്ഞല്ലോ, കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ കഴിയില്ല ഒരു സത്യവിശ്വാസിക്കും എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള അതിന്റെ നിലപാടിൽ അകത്തു നിന്നുള്ളതാണോ? ശരി, താങ്കൾ അത് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്കൾ പറയണ്ട. ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഇവിടെ നേരത്തെ താങ്കൾ ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ സാമ്പത്തിക പ്രയാസത്തെ സംബന്ധിച്ചും കേരളത്തിൻ്റെ സാമ്പത്തികമായ തകർച്ചയെ സംബന്ധിച്ചും ഒക്കെ അങ്ങയുടേതായ നിലയിലുള്ളൊരു വിശദീകരണം നടത്താൻ ശ്രമിച്ചല്ലോ. അങ്ങ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഒന്നുകൂടി കേൾക്കുന്നത് നല്ലതാണ്. ഞാൻ പാരഗ്രാഫ് ഒന്ന് പറയാം, അങ്ങേക്കും കിട്ടുമല്ലോ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കോപ്പി. 17ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട്, കേരളത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ ധൂർത്തുമൂലമാണെന്ന വാദത്തെ എൻ്റെ സർക്കാർ അസന്നിഗ്ധമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല, അവസാനത്തെ ഒരു സെൻറ്റൻസ് കൂടെ വായിക്കാം. സ്വന്തം വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടും ചെലവുകൾ യുക്തിസഹമാക്കിയും കേരളം അതിൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കുകയും മൊത്തം വരുമാനത്തിൻ്റെ ഏകദേശം 75% സ്വന്തം വരുമാനവും സ്വന്തം നികുതി വരുമാനം 61%-ഓളവുമാണ്. ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ്. ഇതിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ 12ഉം 15ഉം 16ഉം ഒക്കെ വായിക്കാതിരുന്ന കൂട്ടത്തിൽ ഗവർണർ ഇതും അങ്ങ് ഒഴിവാക്കിയേനെ. അപ്പോൾ രാജ്യത്തെ ഗവർണർ ഉൾപ്പെടെയുള്ളവർ സമ്മതിക്കുന്നു, മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേരളം കൈവരിച്ച വളർച്ചയെ, മുന്നേറ്റത്തെ, നേട്ടത്തെ, സാമ്പത്തിക രംഗത്ത് കൈവരിച്ച പുരോഗതിയെ അംഗീകരിക്കുന്നു എന്ന് വീണ്ടും ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, അതെ, ഗവർണർ തിരുത്തിയ നയപ്രഖ്യാപന പ്രസംഗമാണ്. ഗവർണർ വിട്ടുകളഞ്ഞതും കൂട്ടിച്ചേർത്തതുമായിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത് പൂർണ്ണമായും വായിച്ചു. RSSന്റെ എല്ലാ നിലയിലുമുള്ള രാഷ്ട്രീയത്തോട് എതിർക്കാൻ കഴിയാത്ത കോൺഗ്രസ് കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായും ഏതെങ്കിലും നിലയിൽ ഒരു പുകമുറയുണ്ടാക്കി ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള പരിശ്രമം നടത്തുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയും. കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് തിരിച്ചറിയും. സംഘപരിവാറിന് മുന്നിൽ മുട്ടുപറയ്ക്കാത്ത പ്രസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷമാണ് എന്ന് ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ
കൃത്യമായി നമ്മുടെ നാട് മുഖ്യമന്ത്രി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ വളരെ വ്യക്തമായി രാജ്യത്തെ മോദി സർക്കാർ കേരളത്തെ വലിയ തോതിൽ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്നു, ഞെരുക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഗവർണർക്ക് തന്നെ ഈ നയപ്രഖ്യാപനത്തിൽ അംഗീകരിക്കേണ്ടി വന്നു. അപ്പോഴും അദ്ദേഹം വിട്ടുകളഞ്ഞ ഭാഗങ്ങൾ കൃത്യമായി അതേ സമയത്ത് തന്നെ സഭയിൽ സൂചിപ്പിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനമാണ് അംഗീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ആ നിലപാട് വ്യക്തമാക്കുന്നതും നമ്മൾ കണ്ടു. അതേസമയം തന്നെ ഈ നയപ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ വളർച്ചയുടെ ഒരു തോത്, ആ മാനദണ്ഡം, അതിൻ്റെ വിശദാംശങ്ങളും എല്ലാം കുറെ കൂടി വ്യക്തമാകുന്നതിനും ഇടയാക്കി. അത് കേരളത്തിൻ്റെ ഗവർണർ തന്നെ ഈ നയപ്രഖ്യാപനത്തിലൂടെ സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. 3 പേർക്കും വളരെയധികം നന്ദി ന്യൂസ് ആൻഡ് വ്യൂസുമായി സഹകരിച്ചതിന്.